Good morning. This call is now being recorded. Good morning to all. So, Good morning, sir. Morning, sir. today we'll be discussing that result that I have told you, what I have been telling you for the last few days. അതായത് നമ്മളെ ഡയഗണലൈസേഷൻ്റെ ഒരു ക്യാരക്ടറൈസേഷൻ കൂടി പറയാണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇൻ ടേംസ് ഓഫ് മിനിമൽ പോളിനോമിയൽ. അതായിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത മെയിൻ റിസൾട്ട്. അപ്പോൾ അതിന് മുമ്പേ ഒരു പ്രോബ്ലം ചെയ്യാണ്ട് ഇന്നലത്തെ നമ്മുടെ ഡിസ്കഷനിൽ നമ്മൾ ട്രയാങ്കുലബിലിറ്റി നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വെൻ വി കൻ സേ linear operator is triangulable. So if we can say T is triangulable if and only if the minimal polynomial is actually a product of linear factors. അതൊരു product of linear factors ആയാൽ മതി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആ linear transformation ആ linear operator is actually triangulable. അതായത് അതിന്റെ മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ with respect to that basis ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ it will be actually a upper triangular or lower triangular matrix. Okay, so that is basically triangulability. ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവർ algebraically ക്ലോസ്ഡ് ഫീൽഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ആ ടി എന്ന് പറയുന്ന ആ ഓപ്പറേറ്റർ എന്തായാലും ട്രയാങ്കിളബിൾ ആയിരിക്കും. ഓക്കെ, ബട്ട് ഇഫ് യു ടേക്ക് ഓവർ a field which is not algebraically closed like real numbers and all, your P may or may not be diagonalizable. Sorry, triangularizable. Okay, so നമുക്ക് ഇന്നലെ പറഞ്ഞ എന്താണ് ആ ട്രയാങ്കിളബിലിറ്റി അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പം ഓക്കെ അല്ലേ? So this is a question actually. In this question, we are given that we have that this matrix. Okay, suppose this matrix is actually a matrix associated with some linear operator T. Okay, ഏതെങ്കിലും linear operator matrix ആണ് വിചാരിക്കുക. From some V to V. So ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഐഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കണ്ടുപിടിച്ചപ്പോൾ ഇതാ കിട്ടിയിട്ടുണ്ടായിരുന്നു, T-1 T-2 whole square അല്ലെങ്കിൽ x-1 into x-2 whole square എന്താണ് ഏതാ. ഓക്കെ, so we have used, let me use T as a variable. Okay, it's up to you. You can use lambda, you can use x, you can use T, whatever you want. Okay, so here I'm using time being I'm using T as a variable. Okay, so the characteristic polynomial P of T is actually ഇതാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇക്വേറ്റ് 0 ചെയ്യുമ്പോൾ നമുക്ക് 2-3 റൂട്ട്സ് കിട്ടും. ഇത് 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഒരു പോളിനോമിയൽ 3rd ഡിഗ്രി പോളിനോമിയലാണ് കിട്ടുന്നത്. അപ്പോൾ അറ്റ്മോസ്റ്റ് നമുക്ക് 3 റൂട്ട്സ് കിട്ടും. അപ്പോൾ ഇവിടെ 1, 2, 2 അങ്ങനത്തെ 3 റൂട്ട്സ് കിട്ടും. എന്നിട്ട് നമ്മൾ ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിച്ചു. ഐഗൻ വെക്ടർ കറസ്പോണ്ടിങ് ടു 1 കണ്ടുപിടിച്ചപ്പം 1 എന്ന ഐഗൻ വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് ഒരു ഐഗൻ വെക്ടർ ആണ് കിട്ടിയത്. മീൻസ് ഒരു ഐഗൻ വെക്ടർ വെച്ചാൽ ബേസിസിൽ അല്ലെങ്കിൽ ഇതിന്റെ C1 എന്ന് പറഞ്ഞ ഐഗൻ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ഐഗൻ സ്പേസിന്റെ ബേസിസിൽ ഒരു എലിമെന്റ് കിട്ടി, അല്ലെങ്കിൽ ഡയമെൻഷൻ 1 ആണ് കിട്ടി. ആ ഒരു എലിമെന്റ് ആണ് ഈ 102 എന്ന വെക്ടർ. ഓക്കെ, അതുപോലെ C2 നമ്മളെടുത്ത് x2 എന്ന സെക്കൻഡ് ഐഗൻ വാല്യൂ എടുത്ത് നമ്മൾ ഐഗൻ വെക്ടർ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെയും അതുപോലെ തന്നെ ഡയമെൻഷൻ ഓഫ് ഐഗൻ സ്പേസ് ഓഫ് C2 is 1. ആ വെക്ടർ 112 എന്ന വെക്ടർ ആയിരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് C2ന്റെ ഐഗൻ സ്പേസിന്റെ ഒരു ബേസിസിലെ എലിമെന്റ്, ബേസിസ് ആണ് അല്ലെങ്കിൽ ആ എലിമെന്റ് ആണ്, ബേസിസിലുള്ള എലിമെന്റ് ആണ്. കാരണം ഡയമെൻഷൻ 1 അതിനെ കൊണ്ട് ഒരു എലിമെന്റ് ഉണ്ടാവും. ശരിക്കും ഐഗൻ സ്പേസിൽ ഒരുപാട് വെക്ടേഴ്സ് ഉണ്ടാവും. ഈ 2ന്റെ ഐഗൻ സ്പേസ് പറഞ്ഞാൽ ശരിക്കും ഒരു k times 1, 1, 2 ആണ്, where k belongs to whatever is the field you are taking. So here അതായത് ഇപ്പോൾ 2 times 1, 1, 2, 3 times 1, 1, 2, 100 times 1, 1, 2, -1 times 1, 1, 2 അതൊക്കെ ഐഗൻ വെക്ടേഴ്സ് ആണ്. പക്ഷെ ഏതൊരു വെക്ടർ നമുക്ക് k into 1, 1, 2 ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെ കൊണ്ട് നമുക്ക് ഇവിടെ ശരിക്കും ഒരു എലിമെന്റ് ഉള്ളൂ. മീൻസ് ഇൻഡയറക്ട്ലി ബേസിസിൽ ഒരു എലിമെന്റ് ഉള്ളൂ. ഒരു എലിമെന്റ് നമുക്ക് എല്ലാത്തിനും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ലെറ്റ് us take ഈ വെക്ടർ നമുക്ക് x1 എടുക്കാം, ഈ വെക്ടർ നമുക്ക് x3 എടുക്കാം. ഓക്കെ,
ഈ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരുന്നില്ല, കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു വെക്ടർ, അത് ഇങ്ങനത്തെ ഒരു ബേസിസ്, അതായത് ഒരു x1 x2 x3 അല്ലെങ്കിൽ α1 α2 α3 എന്ന് പറഞ്ഞൊരു ബേസിസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഫോർ വിച്ച് അങ്ങനത്തെ ഒരു ബേസിസ് ഫോർ വിച്ച് ഈച്ച് ഓഫ് ദ വെക്ടേഴ്സ് ആർ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ഓഫ് അവർ മെട്രിക്സ്. കാരണം ഇങ്ങനത്തെ ഒരു സെക്കൻഡ് വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ 2 വെക്ടർ കിട്ടി, പക്ഷെ 3 വെക്ടർ വേണമായിരുന്നു നമുക്ക്. 3ഉം ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആയിരിക്കണം ഈ ഡയഗണലൈസബിൾ, സോറി, ഈ മെട്രിക്സിന്റെ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമുക്കത് ഡയഗണലൈസ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പൊ നമുക്ക് തീരുമാനമായി, എന്ത് തീരുമാനമായി? ആ മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പായി, കാരണം അങ്ങനത്തെ ഒരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് അതിന് നെക്സ്റ്റ് സിംപ്ലസ്റ്റ് ഫോം, അതായത് ഒരു മെട്രിക്സിന്റെ കറക്റ്റ് സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇത് നമുക്ക് എന്താ പറയാ, ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആണെങ്കിൽ ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആണ് ശരിക്കും എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ശരിക്കും ആ മെട്രിക്സിന് ഒരു സിംപ്ലസ്റ്റ് ഫോം റെപ്രസെന്റേഷൻ ആണ്. അതായത് ഈ മെട്രിക്സ് ഇപ്പോൾ ഒരു 3x3 മെട്രിക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത് എന്താ പറയുക, ഡയഗണലൈസബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് സിമിലർ ടു എ ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം ഇത് ബി ആണ്. ഈ മെട്രിക്സ് ഡയഗണലൈസ് ചെയ്യുന്ന മീനിങ് എന്താ? ഒരു പി കിട്ടും, ഫോർ വിച്ച് പി ഇൻവേഴ്സ് ബി പി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡയഗണൽ മെട്രിക്സ് കിട്ടും. അപ്പൊ ഈ ബി എന്ന മെട്രിക്സിന്റെ ഒരു സിംപ്ലസ്റ്റ് റെപ്രസെന്റേഷൻ വേണമെങ്കിൽ പറയാം ഈ ഡയഗണലൈസേഷൻ. ഓക്കെ, അത് ഇറ്റ് ഇസ് സിമിലർ ടു ദിസ് കൈൻഡ് ഓഫ് മെട്രിക്സ്, സിമിലർ ടു ഡയഗണൽ മെട്രിക്സ്. അല്ലെങ്കിൽ ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഇസ് മെട്രിക്സ് ഇസ് സിമിലർ ടു ഡയഗണൽ മെട്രിക്സ്, വി ക്യാൻ സേ ഇറ്റ് ഇസ് ഡയഗണലൈസബിൾ, അങ്ങനെയും പറയാം. അപ്പം ഒരു മെട്രിക്സിന്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇതാണ്, സ്കേലാർ മെട്രിക്സ് ഫോമിലാണ് ഉണ്ടാവുക. അതായത് ഒരു കെ 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 അങ്ങനത്തെ മെട്രിക്സ് സ്കേലാർ മെട്രിക്സ് എന്ന് പറയാം. അതായത് ബാക്കി എല്ലാം സീറോസ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാം. ഇതൊരു കെ ടൈംസ് ഐ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്, കെ ഐഡന്റിറ്റി മെട്രിക്സ്, ഒരു സിംപ്ലസ്റ്റ് ഫോം ആണ്. അപ്പം ഇങ്ങനത്തെ ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമുക്ക് ഈ മെട്രിക്സിന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയ നമുക്ക് ഫർദർ സ്റ്റഡീസിൽ നമുക്ക് അത് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഡയഗണലൈസേഷൻ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ. മെട്രിക്സിന് ചില പ്രോപ്പർട്ടീസ് പഠിക്കാൻ നമുക്ക് വേണമെങ്കിൽ ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് അതിന്റെ കാര്യങ്ങൾ വെച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടി നമ്മൾ ഈ ഡയഗണലൈസേഷൻ ഒക്കെ പഠിക്കുന്നത്. അപ്പം നമുക്ക് എന്താണ് ഡയഗണലൈസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമുക്ക് ഇനി ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് അതിന് ട്രയാംഗുലൈസ് ഐ മീൻ വി ഹാവ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് വി ക്യാൻ ട്രയാംഗുലൈസ് ദാറ്റ് പർട്ടിക്കുലർ മെട്രിക്സ്. അതായത് അതൊരു ട്രയാംഗുലബിൾ മെട്രിക്സ് ആണോ എന്ന് സെറ്റ് ചെയ്യണം. അതായത് അതിന്റെ നമുക്കൊരു ബേസിസ് എക്സിസ്റ്റ് ചെയ്യണം വിത്ത് 3 വെക്ടേഴ്സ് സച്ച് ദാറ്റ് അതിന്റെ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ആ ബേസിസ് കാണുമ്പോൾ നമുക്കൊരു അപ്പർ ട്രയാംഗുലർ മെട്രിക്സ് അല്ലെങ്കിൽ ലോവർ ട്രയാംഗുലർ മെട്രിക്സ് കിട്ടണം. പക്ഷെ അതിൽ തന്നെ സിമ്പിൾ ആയിക്കോട്ടെ, സിംപ്ലസ്റ്റ് ഫോം ആയിക്കോട്ടെ. അതായത് നമുക്ക് കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ, അതായത് ഫർദർ സ്റ്റഡീസ് നമുക്ക് എളുപ്പം ഉണ്ടാവുക. ആ മെട്രിക്സ് യൂസ് ചെയ്ത് ഫർദർ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം അങ്ങനെയായിരിക്കും. അപ്പം അതിനുവേണ്ടി നമുക്ക് x2 കാണണം. ആ x2 ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശരിക്കും ഈ x2 നമ്മൾ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്ന ഒരു പേരിലും അറിയപ്പെടും. ഓക്കെ, നമ്മൾ കാണാൻ പോകുന്ന x2 നമുക്ക് ശരിക്കും ഐഗൻ വെക്ടർ അല്ല, പക്ഷേ ആക്ച്വലി ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ എന്നും ഓഫ് ദ ഐഗൻ വാല്യൂ 2 എന്നും അത് അറിയപ്പെടും. ലെറ്റ് സി ഹൗ വി ക്യാൻ ഡു ഇറ്റ്. നമ്മൾ ഇന്നലെ ചെയ്ത പ്രൂഫ് ടെക്നിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ടൂവിന്റെ കേസിൽ നമുക്ക് ഒരു വെക്ടറിന്റെ അഭാവം ഉള്ളത്, അതായത് 1 കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്ടർ കിട്ടി. 1 ഓൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി 1 ആണ്, ഒബ്വിയസ്ലി 1 തന്നെ അവിടെയും വരും. 2 രണ്ടെണ്ണം ഉണ്ടായിരുന്നു, അത് 2 ഐഗൻ വാല്യൂ ഉണ്ടായിരുന്നു 2, പക്ഷെ അതിന്റെ കേസിൽ നമുക്ക് ഒരു ഐഗൻ വെക്ടറേ കിട്ടിയുള്ളൂ, പക്ഷെ നമുക്ക് അവിടെ 2 വേണമായിരുന്നു. അപ്പോൾ ആ കേസിൽ നമുക്ക് ഒരു ചെറിയൊരു വെക്ടറിനെ കൂടി ഫില്ല് ചെയ്യാനുണ്ട്, ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ വെക്ടർ എടുക്കാം, 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വെക്ടർ എടുക്കാം, x1 എന്ന വെക്ടർ എടുക്കാം. എന്നിട്ട് നമ്മൾ ഇന്നലെ ചെയ്ത പ്രൂഫ് ടെക്നിക് പോലെ തന്നെ W എന്നുള്ള സ്പേസ് നമ്മൾ എടുക്കുകയാണ്, സ്പാൻ ഓഫ് x1. ഓക്കെ, W എന്നൊരു സ്പേസ് എടുക്കുകയാണ്, സ്പാൻ ഓഫ് x1 എടുക്കാം. അപ്പൊ ഇന്നലത്തെ ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് പറയാം ഒരു വെക്ടർ x2 എന്നൊരു വെക്ടർ ഉണ്ടാവും, വിച്ച് ഇസ് നോട്ട് ഇൻ W ഇല്ലാത്തൊരു x2 ഉണ്ടാവും, ഫോർ വിച്ച് t മൈനസ് ci ഓഫ് x സ്ക്വയർ വിൽ ബി ബിലോങ്ങിങ് ടു W. x സ്ക്വയർ അല്ല x2. അതായത് ഇന്നലത്തെ ലെമ്മ വെച്ച് നമുക്ക് എന്ത് പറയാം, ഒരു വെക്ടർ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും വിച്ച് ഇസ് നോട്ട് ഇൻ W ഇല്ലാത്തൊരു വെക്ടർ x2 നമുക്ക് കിട്ടും, ഫോർ വിച്ച് t മൈനസ് ci ഓഫ് x2 പറഞ്ഞാൽ W തന്നെ ഉണ്ടാവും. അതാണ് നമുക്ക് ലെമ്മ പറയുന്നത്. ഓക്കെ, ലെമ്മക്ക് വേണ്ട എല്ലാ കണ്ടീഷൻസും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ലെമ്മ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം x1 എടുക്കുക, അതായത് നിങ്ങൾ ഏത് ഐഗൻ വാല്യൂന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ഐഗൻ വെക്ടർ കുറവുള്ളത്, ആ പെർട്ടിക്കുലർ ഐഗൻ വെക്ടർ എടുക്കുക, മീൻസ് ഐഗൻ വാല്യൂന്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ എടുക്കുക. സോ W we are taking a span of x1.
എങ്കിൽ there exists an x2 which is not in w. ഈ w ഇല്ലാത്തൊരു x2 കിട്ടും. ഈ w ഇല്ലാത്തൊരു x2 കിട്ടും such that t minus ci of x2 എന്ന് പറഞ്ഞാൽ w ആയിരിക്കും. t minus ci of x2 പറഞ്ഞാൽ w ആയിരിക്കും. സോ ആ t minus ci of x2 w ആണെങ്കിൽ t minus ci of x2 w ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആൻഡ് ഓൾസോ ഐ ടേക്ക് സി ടു ബി ടു. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ സി ടു ആവുന്ന കേസിലാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അത് സി ടു, അത് ഈ സി എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സി എന്ന് പറഞ്ഞാൽ ടു എടുക്കണം. ഓക്കെ, ടു എടുക്കണം. ടി മൈനസ് ടു ഐ ആണ് വരുന്നത്. അപ്പം ഈ ടി മൈനസ് ടു ഐ ഓഫ് എക്സ് ടു ബിലോങ്സ് ടു ഡബ്ല്യു പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ. ഇറ്റ് ഷുഡ് ബി എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എക്സ് വൺ. It should be a linear combination of x1. So in particular, I will take that is equal to 1 times x1. അപ്പം t minus 2y of x square is equal to x1 എന്ന് എടുക്കുകയാണ്. t minus 2y of x2 എന്ന് പറഞ്ഞാൽ x1 എടുക്കുകയാണ്. കാരണം ഈ എലിമെന്റ് ഡബ്ല്യൂലുണ്ട്, ഈ എലിമെന്റ് ഡബ്ല്യൂലുണ്ട്. അപ്പോൾ ഡബ്ല്യൂ എലിമെന്റ് ആണ് x1. സോ ഇൻ ജനറൽ in particular I am taking, say this is equal to x1 എടുക്കുകയാണ്. സപ്പോസ് x1 എടുക്കുകയാണ്. അങ്ങനെ എടുക്കാം, കാരണം ഈ എലിമെന്റ് അവിടെയുള്ള എലിമെന്റ് ആണല്ലോ. ഈ എലിമെന്റ് ഡബ്ല്യൂ എലിമെന്റ് ആണ്, ഈ എലിമെന്റ് ഡബ്ല്യൂ എലിമെന്റ് ആണ്. അപ്പം ടി മൈനസ് ടു ഐ ഓഫ് എക്സ് ടു ഈക്വൽ ടു എക്സ് വണ്ണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് എ മൈനസ് ടു ഐ ഇൻറ്റു എക്സ് ടു വിൽ ബി ഈക്വൽ ടു എക്സ് വൺ ആണ്. എ മൈനസ് ടു ഐ ഇൻറ്റു എക്സ് ടു വിൽ ബി ഈക്വൽ ടു എക്സ് വൺ ആണ്. ഞാൻ എങ്ങനെയാണ് ഐഗൻ വെക്ടർ കാണുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ട്രൈങ് ടു ഫൈൻഡ് ഹൗ വി ക്യാൻ ഫൈൻഡ് ഇറ്റ്. അപ്പം എ മൈനസ്, നിങ്ങളെ മെട്രിക്സ് സ്റ്റാർട്ട് ചെയ്ത മെട്രിക്സ് എ മൈനസ് ടു ഐ കാണാം. എ നമുക്കറിയാം ഐ എന്ന ഐഡന്റിറ്റി മെട്രിക്സ് ആണ്, 3/3 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എ മൈനസ് ടു ടൈംസ് ഐ ചെയ്യാം. അപ്പൊ നമുക്ക് ഈ ഒരു മെട്രിക്സ് കിട്ടും. അത് ഇൻറ്റു എക്സ് സ്ക്വയർ, അത് ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന മെട്രിക്സ് ഈക്വൽ ടു 1 1 2 എന്ന് എടുക്കാം. ഓക്കെ, 1 1 2 എടുക്കാം. എന്നിട്ട് നിങ്ങൾ ഈ എക്സ് ടു സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട ആ വെക്ടർ കിട്ടും. അപ്പം ഇത് നിങ്ങൾ എക്സ് ടു എന്ന വെക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ, ഈ എക്സ് ടു എന്ന വെക്ടറിനെ നിങ്ങൾ ഇങ്ങനെ എടുത്തോളൂ, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് എടുക്കാം. എന്നിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ അത് സോൾവ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കിട്ടുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ് വൺ മൈനസ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അത് ഒന്ന് എനിക്കൊന്ന് അതൊന്ന് ചെയ്യണം. വി ഹാവ് ടു ഫസ്റ്റ് റെഡ്യൂസ് ഇറ്റ്, ദെൻ ഓൺലി വി കൻ റൈറ്റ്. റെഡ്യൂസ് ചെയ്യണം മെട്രിക്സ് ആദ്യം. അപ്പോൾ അതിൻ്റെ ആ സിസ്റ്റമിഫിക്കേഷൻ നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. 2 2 മൈനസ് 2 ഇതിൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്താൽ ഇതൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണല്ലോ ഈ സംഭവം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് ചെയ്താൽ റെഡ്യൂസ് ചെയ്യുക, എന്നിട്ട് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് സൊല്യൂഷൻ കാണുക. അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതിപ്പോൾ R1 R2 R3 എടുക്കുകയാണെങ്കിൽ എന്ത് വരും? I will make my R2 to be R2 minus 2R1. അപ്പം 1 0 minus 1 ഇത് 0 ആവും. ഒരു മിനിറ്റ്, നമ്മൾ മെട്രിക്സ് ചെയ്ത് ശരിയല്ലേ? എ മൈനസ് ടു ഐ, നമ്മൾ എ മെട്രിക്സ് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് മൈനസ് ടു ഐ എന്ന് പറയുമ്പോൾ എന്താ വരിക? ഫസ്റ്റ് ടൈം എന്താ വരിക? ഓക്കെ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, അതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, ഇയർ ഇത് എ ആണ്. എ മൈനസ് ടു ഐ എന്ന മെട്രിക്സ് എന്താ വരിക? 1 1 minus 1 1 1 minus 1 2 2 1 minus 1 അല്ല 2 0 അല്ലേ വരിക? 2 ഐ അല്ല, 2 0 മൈനസ് 1
അല്ലേ? 2i അല്ലേ? ടു 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 മൈനസ് ടു വരും അല്ലേ? ഞാൻ എഴുതിയ മെട്രിക്സിൽ 1 1 മൈനസ് 1 2 0 മൈനസ് 1 1 1 മൈനസ് 1 ഓക്കെ അതാണ് മിസ്റ്റേക്ക്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എനിക്ക് തുടക്കത്തിൽ തന്നെ x1 ഈക്വൾ ടു x3 കിട്ടി, പക്ഷേ എനിക്ക് സൊല്യൂഷൻ അങ്ങനെയല്ല. നമ്മൾ ആദ്യം എഴുതിയപ്പോൾ തന്നെ എനിക്ക് ഇതിന് x1 ഈക്വൾ ടു x ഇവിടെ ഒരു 1 കൂടി ഉണ്ട്. Okay, so here we have 1 also. Okay. So here also we have 1. So ഇതെന്താ കിട്ടുക നോക്കാം. അപ്പം 1 1 മൈനസ് 1, ഇത് 2 മൈനസ് 2 0 ആവും, 0 മൈനസ് 2 വരും, ഇത് മൈനസ് 1 മൈനസ് 2 ഇൻറ്റു മൈനസ് 1, അപ്പം എന്താ വരിക? 1 വരും അല്ലേ? പിന്നെ അതുപോലെ R3നെ R3 മൈനസ് 2 R1 ചെയ്യുകയാണെങ്കിൽ 2 മൈനസ് 2 0, 2 മൈനസ് 2 0, മൈനസ് 2 മൈനസ് 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1, അപ്പം 0 വരും. ശരിയല്ലേ? ചെയ്തൊക്കെ ശരിയല്ലേ? R2 പറഞ്ഞാൽ R2 മൈനസ് 2 R1, അപ്പം 2 മൈനസ് 2 0 മൈനസ് 2 മൈനസ് 1 പ്ലസ് 2 വരും, അപ്പോൾ 1 വരും. അതുപോലെ ഇവിടെ 2 മൈനസ് 2 ഓക്കെ, ഇത് രണ്ടും സെയിം വെക്ടേഴ്സ് അല്ലേ? ഇത് രണ്ടും സെയിം വെക്ടേഴ്സ് ആണ്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് ഗോയിങ് ടു ബി 0. അപ്പോൾ തിരിച്ച് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 മൈനസ് x3 ഈക്വൽ ടു 0 എന്ന്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? എന്താ അവിടെ ഞാൻ ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? നമുക്ക് സോൾവ് ചെയ്യേണ്ട ഈ സിസ്റ്റം അല്ലേ? ഞാൻ എടുത്തിരിക്കുന്ന ഓഗ്മെന്റഡ് മെട്രിക്സ് അതിന്റെ അല്ല. ഇത് 0 0 0 അല്ല വരേണ്ടത്. ഇവിടെ ഈ വെക്ടർ വരണ്ടേ 1 1 1 1 1 2. ഓക്കെ, സോ ദാറ്റ് ഓൾസോ വി ഹാവ് ടു കൺസിഡർ. അത് ഞാൻ കൺസിഡർ ചെയ്തില്ല. ലെറ്റ് മീ റൈറ്റ് ദാറ്റ് ഓൾസോ. അപ്പം ഇവിടെ ഉള്ള വെക്ടർ എന്താ വരിക? 2 മൈനസ് 1 മൈനസ്, അത് ഈ കേസ് R2 R2 മൈനസ് R1 എന്ന് പറയുമ്പോൾ 1 മൈനസ് 2 ടൈംസ് R1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വരും? -1 അല്ലേ വരിക അല്ലേ? 2 മൈനസ് 1 മൈനസ് 2 വരും. ഇത് 2 മൈനസ് 2 ടൈംസ്, അത് എന്തായാലും 0 തന്നെ വരും. സോറി, 1 മൈനസ് 1 0. ശരിയല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? x1 പ്ലസ് x2 മൈനസ് x3 ഈക്വൽ ടു 1 കിട്ടും, മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു മൈനസ് 1 കിട്ടും. ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സോ ദിസ് വി ഹാവ് ടു ഫർദർ സോൾവ്. ഇത് ഫർദർ സോൾവ് ചെയ്യുക. അപ്പം ഇതിപ്പോൾ ആഡ് ചെയ്ത് എന്താ കിട്ടുക? ഈ രണ്ട് ഇക്വേഷൻസ് ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 0 ആവും, ഇത് 0 ആവും. അപ്പോൾ x1 മൈനസ് x2 പ്ലസ് 0 ഈക്വൽ ടു 0. അത് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും അല്ലേ? രണ്ടും ആഡ് ചെയ്താലും x1 x2 ഈക്വൽ ആണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് എന്താവും? ഇത് കറക്റ്റ് അല്ലേ? ഈ രണ്ട് ഇക്വേഷൻസ് 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? x1 പ്ലസ് x2 മൈനസ് 2 x2 മൈനസ് x2 വരും. മൈനസ് x3 പ്ലസ് x3 എന്നാൽ 0 ആവും. 1 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പോൾ x1 മൈനസ് x2 ഈക്വൽ ടു 0 ഓർ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടും. ഇനി x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടും? 2x2 മൈനസ് x3 ഈക്വൽ ടു 1ഉം മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു മൈനസ് 1ഉം കിട്ടും. അത് ഞാൻ വീണ്ടും സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിലിപ്പോൾ എന്താ കിട്ടുന്നത്? അത് രണ്ട് സൈഡിലും 0 വരില്ല. അപ്പോൾ എങ്ങനെ? അതെ. 2x2 അതെ. So what do you get actually? So they are both one equation, right? രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ? മൈനസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു മൈനസ് 1. രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ? മുകളിലത്തെ ഇക്വേഷൻ താഴത്തെ ഇക്വേഷൻ്റെ മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂലേ? രണ്ടും ഇൻഡയറക്ട്ലി ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ളൂ അല്ലേ? അപ്പോൾ ഇതാണ് റിലേഷൻ കിട്ടുക. ശരിയല്ലേ?
ഇത് രണ്ടും ഒരേ ഇക്വേഷൻ അല്ലേ? ഇക്വേഷൻ 3, ഇക്വേഷൻ 4. ഇക്വേഷൻ 3 ഇൻറ്റു -1 ചെയ്താൽ നമുക്ക് ഇക്വേഷൻ 4 കിട്ടൂലേ? കിട്ടും. ഓക്കെ. അപ്പൊ രണ്ടും ഒരേ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇൻഡയറക്ട്ലി നമുക്ക് എന്തായാലും സോൾവ് ചെയ്യേണ്ടുള്ളൂ. അപ്പം -2x2 + x3 = -1 എന്ന് കിട്ടും. ഈ റിലേഷനാണ് കിട്ടുക. ഓക്കെ. അപ്പോൾ x1 x2 അപ്പം x3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ -1 + 2x2 എന്ന് എഴുതാം. ഓക്കെ. -1 + 2x2. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. നമുക്ക് കിട്ടിയ രണ്ട് റിലേഷൻസ്. അപ്പൊ ഇതിൽ നമുക്ക് എത്രണ്ണം ആർബിട്രറി ചൂസ് ചെയ്യാം? x1 x2 ആണ്. പക്ഷെ അല്ലെങ്കിൽ എത്ര ആർബിട്രറി ചൂസ് ചെയ്യാം? എടുക്കുകയാണെങ്കിൽ x1ഉം x2ഉം a എന്ന് വരും. x3 എന്ന് പറയുന്നത് -1 + 2a എന്ന് വരൂലേ? x2 നമ്മൾ a എന്ന് കൊടുക്കുകയാണെങ്കിൽ, അതെ, x2 നമ്മൾ a എന്ന് കൊടുക്കുകയാണെങ്കിൽ x1ഉം x2ഉം സെയിം ആയതിനെക്കൊണ്ട് രണ്ടും a ആവും. x3 എന്ന് പറഞ്ഞാൽ -1 + 2 × a എന്ന് വരും. ശരിയാണ്. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? a -1 + 2a. ഈ ഫോമിലേക്ക് നമ്മളെ വെക്ടർ ഉണ്ടാവുക. ഓക്കെ. a -1 + 2a. ശരിയല്ലേ? ഓക്കെയാണ്. ഈ ഫോമിൽ നമ്മളെ വെക്ടേഴ്സ് ഉണ്ടാവുക. ഇതിൽ a ഒരു റിയൽ നമ്പർ ആയിരിക്കും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് വേറെ വേറെ വെക്ടർ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ a ഇൻ പെർട്ടിക്കുലർ ഹാഫ് എടുത്താൽ എന്ത് കിട്ടും? a ഇൻ പെർട്ടിക്കുലർ ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹാഫ് -1 + 2 × ഹാഫ്, അതായത് -1 + 1 0. അതാണ് ഞാൻ മോൾ ചെയ്ത വെക്ടർ. ഹാഫ് ഇവിടെ x2 = ½ 0 എന്ന് കിട്ടിയില്ല. അപ്പം ചെയ്ത് ശരിയാണ്. അപ്പം നമുക്ക് ഇതുപോലെ നിങ്ങൾ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ആ തേർഡ് വെക്ടർ കിട്ടും. നമുക്ക് ആവശ്യമില്ല മൂന്നാമത്തെ വെക്ടർ കിട്ടും. ആ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും ഇവരായിട്ട്. കാരണം ഒബിയസ്ലി നമ്മൾ എടുക്കുന്നത് ഇല്ലാത്ത വെക്ടർ, W ഇല്ലാത്ത വെക്ടറാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ട ആ മെട്രിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കിട്ടിയ x1 x2, നമ്മളതിൽ ഓൾറെഡി x1ഉം x2 ഉണ്ടായിരുന്നു. ആ x1 എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ആയിരുന്നു. ഏത്? ഈ 1 1 2 എന്ന വെക്ടർ ആയിരുന്നു. പിന്നെ x3 എന്ന വെക്ടർ ഏതായിരുന്നു? ഈ 1 0 2 എന്ന വെക്ടർ ആയിരുന്നു. ഇപ്പൊ നമുക്ക് കിട്ടിയ വെക്ടറാണ് ഈ വെക്ടർ. അത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. ഒരു 3x3 മെട്രിക്സ് കിട്ടും. അതാണ് നമുക്ക് ആവശ്യമുള്ള പി മെട്രിക്സ്. അപ്പൊ നിങ്ങൾ ആ പി മെട്രിക്സ് എടുക്കുക. നമ്മൾ ഒറിജിനൽ മെട്രിക്സ് ചെയ്യും. ഈ പിന്റെ പി ഇൻവേഴ്സ് കാണുക, മൾട്ടിപ്ലൈ വിത്ത് പി, നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സ് ആണ് മുകളിൽ ഇരിക്കുന്നത്. അപ്പൊ ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നിങ്ങൾക്ക് കാണാം, ആക്ച്വലി അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. താഴെയുള്ള എല്ലാ എലിമെന്റ്സും 0 ആണ്. മെയിൻ ഡയഗണൽ താഴോട്ടുള്ള എല്ലാ എലിമെന്റ്സും 0 ആണ്. ഇത് ഒരു പോസിബിളി സിംപ്ലസ്റ്റ് ഫോമും കൂടിയാണ്. കാരണം ഇവിടെ ആകെ ഈ ഡയഗണൽ എൻട്രീസ് കൂടാണ്ട് ഒരു എൻട്രി മാത്രമേ നോൺ സീറോ വരുന്നുള്ളൂ, അല്ലേ? ഇറ്റ്സ് എ പോസിബിളി സിംപ്ലസ്റ്റ് ഫോം വിച്ച് വി ക്യാൻ ഗെറ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ മെട്രിക്സ്. അപ്പൊ നമുക്ക് ഈ മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരുന്നില്ല, പക്ഷെ നമ്മളൊരു ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ കണ്ടുപിടിച്ചു. എന്നിട്ട് ആ മെട്രിക്സിനെ നമ്മൾ ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആക്കി മാറ്റി. വി കുഡ് ട്രയാങ്കുലറൈസ് ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ്. ഞാൻ ഒന്നും കൂടി പറയാം എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്ന്. പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന്. നിങ്ങളുടെ അടുത്തുള്ള വെക്ടേഴ്സ്, നിങ്ങളുടെ അടുത്തുള്ള മെട്രിക്സ് എടുക്കുക. ആ മെട്രിക്സിന് ഐഗൻ വാല്യൂ കാണുക. ഇപ്പോൾ ഡയഗണലൈസബിൾ അല്ല വെച്ചാൽ ഏതൊരു ഐഗൻ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയ ഐഗൻ വെക്ടേഴ്സിന്റെ എണ്ണം കുറവായിരിക്കും. ആ ഐഗൻ വെക്ടർ എടുക്കുക, എല്ലാ ഐഗൻ വാല്യൂ എടുക്കുക, അതിന്റെ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടറും എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ലെമ്മ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, യു ജസ്റ്റ് ഫൈൻഡ് ദിസ് തിങ് a മൈനസ് ci. സി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സിക്കാണോ ഐഗൻ വെക്ടർ ഇല്ലാത്തത്, a - ci × x ഈക്വൽ ടു ഈ സിന് കിട്ടിയ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഐഗൻ വെക്ടർ ഉണ്ടല്ലോ, ആ ഐഗൻ വെക്ടർ ഇവിടെ എഴുതാം. ഈ കേസിൽ അത് ഏതായിരുന്നു വെക്ടർ? x1 ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈക്വൽ ടു x1 എടുത്തത്. ഇത് നമ്മൾ പുതിയതായിട്ട് വേണ്ട വെക്ടർ. നമ്മൾ ഈ കേസിൽ നമ്മൾ പുതിയതായിട്ട് വേണ്ട വെക്ടർ x2 ആയിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് a - ci, എന്ന് നിങ്ങൾക്ക് അറിയാം. സി നിങ്ങളെ ആ സി ഏതാണ്? ആ സി ഇവിടെ ഈ കേസിൽ 2 ആണ്. ഏത് കേസിൽ നമുക്ക് ഇല്ലാത്തത് ആ കേസിൽ ആ സി എഴുതുക. എന്നിട്ട് a - ci × ആ ജനറൽ വെക്ടർ. അപ്പൊ a - ci എന്ന വെക്ടർ ഇൻറ്റു ജനറൽ വെക്ടർ x1 x2 x3 ഈക്വൽ ടു നിങ്ങൾ ഈ x1 എന്ന് പറഞ്ഞാൽ ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ സിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഒരു വെക്ടർ ഉണ്ടല്ലോ, ആ വെക്ടർ ഇവിടെ എഴുതാം. എന്നിട്ട് അത് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഈ വെക്ടറാണ് നിങ്ങളെ ജനറലൈസ്ഡ് ഐഗൻ വെക്ടർ.
എന്നിട്ട് ആ ഐഗൻ വെക്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കൊരു ഷോർട്ടേജ് ഉണ്ടായിരുന്നു, ബേസിസിലേക്ക് ഒരു എലിമെന്റിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇത് വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. എന്നിട്ട് ആ മൂന്നും വെച്ചിട്ട് 3x3 മെട്രിക്സ് ഫോം ചെയ്യുക, അതിനെ പി എന്ന് വിളിക്കുക, എന്നിട്ട് പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിക്കുക. പി ഇൻവേഴ്സ് എ പി കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു മെട്രിക്സ് കിട്ടും. അതൊരു ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഈ പ്രോബ്ലം അങ്ങനെ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഈ മെട്രിക്സ്, നമ്മൾ മുകളിൽ പറഞ്ഞ ഈ മെട്രിക്സ് ഡയഗണലൈസിബിൾ ആയിരുന്നില്ല, പക്ഷെ നമുക്ക് അതിനെ ട്രയാങ്കുലൈസിബിൾ ആക്കാൻ പറ്റി. ഇറ്റ് ഇസ് ആക്ച്വലി എ ട്രയാങ്കുലബിൾ മെട്രിക്സ്. സോ വി ഗോട്ട് ഇൻ ദിസ് ഫോം. ഇതാണ് ആ പെർട്ടിക്കുലർ ഫോം. ഓക്കെ, സോ നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കണ്ടാൽ മതി, ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആവും സംശയങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, കാരണം നോട്ട്സ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഇത്രയും എക്സ്പ്ലനേഷൻസ് അതിലുണ്ടാവില്ല. ഞാൻ ഉണ്ടാക്കിയ നോട്ട്സിൽ ഈ കാണുന്ന ബ്ലൂവിലും ബ്ലാക്കിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവും. റെഡിൽ എഴുതുന്നൊന്നും എക്സ്ട്രാ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് വീഡിയോ നോക്കിയാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ലോ. ദിസ് ഇസ് ഹൗ യു ട്രയാങ്കുലേറ്റ് എ മെട്രിക്സ്. ഓക്കെ, ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് സം ഐഡിയ. എന്തെങ്കിലും കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നൗ യെസ്, എന്തായിരുന്നു? Okay, so let us move on to the main result which I want to prove today. It is also a very important result, one of the classic results in linear algebra. Linear algebra സബ്ജക്റ്റിൽ പഠിക്കുന്ന കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളിൽ ഒന്നാണ് ഈ റിസൾട്ട്. നമ്മൾ പണ്ട് പഠിച്ച റാങ്ക് നല്ലിറ്റി തിയറം ഒരു വളരെ ഫേമസ് ആയിട്ട് റിസൾട്ടാണ്. അതേപോലത്തെ റിസൾട്ടാണ് ഈ റിസൾട്ട്. അപ്പോൾ ഇതിനും അതിൻ്റെതായിട്ടുള്ളൊരു ഇത് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതും കാരണം നമ്മളെ കോഴ്സ് പഠിക്കുന്നതിനെ കൊണ്ട് കുറച്ച് ഒരു ഔട്ട്കംസ് ഉണ്ടാവും നമ്മുടെ കോഴ്സിൽ. ശരിക്കും ആ ഔട്ട്കംസ് ഒരു മേജർ ഔട്ട്കം ആണ് ഈ ഔട്ട്കം. അപ്പോൾ ഇത് ഒബിയസ്ലി പ്രൂവ് ചെയ്യാൻ നിങ്ങളോട് ചോദിച്ചേക്കാം. ഓക്കെ, സോ നമുക്ക് റിസൾട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം. It says that if T is actually a linear operator on V, it is diagonalizable if and only if the minimal polynomial of T is a product of distinct linear factors. ഓക്കെ, അതായത് നിങ്ങൾ അതിലൊരു ലിനിയർ ഓപ്പറേറ്റർ ഉണ്ട്, അതിന്റെ ഐഗൻ വാല്യൂസ് പറഞ്ഞാൽ C1 C2 CK ആണ്. ഇപ്പൊ C1 ഒരു R1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, C2 ഒരു R2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, CK ഒരു RK പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ നമ്മളെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? T മൈനസ് C1 ഇങ്ങനത്തെ ഒരൊറ്റ ഫാക്ടർ ഉണ്ടാകുള്ളൂ. T മൈനസ് C2 എക്സെട്ര ഇൻറ്റു T മൈനസ് CK, ആ ഫോമിലായിരിക്കണം. T ഡയഗണലൈസിബിൾ ആണെങ്കിൽ മിനിമൽ പോളിനോമിയൽ എപ്പോഴും ഈ ഫോമിലായിരിക്കും. അതുപോലെ മിനിമൽ പോളിനോമിയൽ ഈ ഒരു ഫോമിലാണെങ്കിൽ, അതായത് നിങ്ങൾ മെട്രിക്സിന്റെ ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എല്ലാ ഐഗൻ വാല്യൂസും കാണാം. എന്നിട്ട് ആ ഐഗൻ വാല്യൂസ് ഇപ്പം അതായത് ഇപ്പോൾ 3/3 മെട്രിക്സ് എടുത്തു നിങ്ങൾക്ക് 1 2 2 ഐഗൻ വാല്യൂ കിട്ടിയായിരിക്കാം. എന്നിട്ട് ഈ മെട്രിക്സിന്റെ മിനിമൽ പോളിനോമിയൽ നിങ്ങൾക്ക് T-1 ഇൻറ്റു T-2 എന്ന് കിട്ടി. അതായത് രണ്ട് ഡിസ്റ്റിങ്ക്ട് ഫാക്ടേഴ്സ് അവിടെ ഉള്ളൂ. ഏതൊക്കെയാ? 1ഉം 2ഉം. ആ രണ്ട് ഡിസ്റ്റിങ് ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ലീനിയർ പോളിനോമിയൽ T-1 ഇൻറ്റു T-2. ഈ രീതിയിൽ ആണ് നിങ്ങൾ ഇതിന്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നിങ്ങളെ മിനിമൽ പോളിനോമിയൽ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി പറയാം ഈ മെട്രിക്സ് ഏതാണോ ആ മെട്രിക്സ് ഡയഗണലൈസിബിൾ ആണ്. ഓക്കെ, അതാണ് തിരിച്ച് നമുക്ക് വേണ്ട ഇപ്പോഴത്തെ ഒരു ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഒബ്വിയസ്ലി T ഡയഗണലൈസിബിൾ ആണെങ്കിൽ മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പ്. അപ്പം തിരിച്ചുള്ളതാണ് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ ഓൾറെഡി നെസസറി പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സഫിഷ്യൻസിയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. സഫിഷ്യൻ പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ കണ്ടീഷൻ മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണെന്നുള്ള കണ്ടീഷൻ സഫിഷ്യന്റ് ആണെന്ന് നമ്മൾ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡയഗണലൈസിബിൾ ആണെങ്കിൽ എന്തായാലും മിനിമൽ പോളിനോമിയൽ അയക്കുള്ളൂ. അതായത് ഈ കണ്ടീഷൻ നെസസറി ആണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. വി ഓൾറെഡി പ്രൂവ്ഡ് ബിഫോർ ദാറ്റ് ഇഫ് T is diagonalizable then M of T is actually a product of distinct linear factors. ഇനി തിരിച്ചാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ തിരിച്ച് പ്രൂവ് ചെയ്യാൻ ഈ പ്രൂഫിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് പ്രൂഫ് പറയാം. അപ്പോൾ ഓബിയസ്ലി നമുക്ക് കാണിക്കേണ്ടത് എന്താ? അവിടെ നമുക്ക് കാണിക്കേണ്ടത് മിനിമൽ നമ്മൾ എടുക്കുന്ന ഇതാണ് മിനിമൽ പോളിനോമിയൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ്, ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ T ഡയഗണലൈസിബിൾ എന്ന് കാണിക്കണം. അപ്പൊ എന്തായിരിക്കും നമുക്ക് കാണിക്കേണ്ടത്? ശരിക്കും T ഡയഗണലൈസിബിൾ കാണിക്കാൻ എന്തായാലും ഇതൊരു ക്യാരക്ടറൈസേഷൻ ആണ്. ഇതല്ലാതെ നമ്മൾ വേറെ രണ്ട് ക്യാരക്ടറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ?
അപ്പൊ ആ ഒരു ക്യാരക്ടറൈസേഷൻ ഏതെങ്കിലും നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ടി ഡയഗണൈസബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഞാൻ കാണിക്കാൻ പോകുന്ന അത്രേ ഉള്ളൂ. To show that T is diagonalizable. Okay, we are assuming that M is distinct linear factors and we have to prove this statement T is diagonalizable. So ഞാൻ W to be the space generated by all eigenvectors of T എടുക്കുകയാണ്. W is the space generated by all eigenvectors of T എടുത്താലും W equal to V എന്ന് കാണിച്ചാൽ നമ്മളെ പ്രൂഫ് 4 ആയി. ശരിയാണോ? W is a space generated by all eigenvectors of T എടുക്കുക. എന്നിട്ട് W V ആണെന്ന് കാണിച്ചാൽ നമ്മളെ പ്രൂഫ് ഇസ് ഡൺ. ആണോ? അതാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അത് ഏത് ക്യാരക്ടറൈസേഷനാ? ഏത് ക്യാരക്ടറൈസേഷനാ? ടി ഡയഗണലൈസബിൾ ആണെന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ബേസിസ് കിട്ടണം ഓഫ് വി, ഫോർ വിച്ച് ഒരു ബേസിസ് കിട്ടിയാൽ മതി വിയുടെ. ബിയിനകത്തുള്ള എല്ലാ വെക്ടേഴ്സും വന്നാൽ ഐഗൻ വെക്ടേഴ്സ് ഓഫ് വി ആയിരിക്കും, ഐഗൻ വെക്ടേഴ്സ് ഓഫ് ആ ടി ആയിരിക്കണം, ഐഗൻ വെക്ടേഴ്സ് ഓഫ് ടി ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ ഫസ്റ്റ് പഠിച്ച ഡെഫിനിഷൻ അതായിരുന്നു. ഓക്കെ, പിന്നീട് നമ്മൾ റിസൾട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. After that we have done one result in which we discussed two characterizations. രണ്ട് ക്യാരക്ടറൈസേഷൻ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ക്യാരക്ടറൈസേഷൻ ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ടി ലിനിയർ ഓപ്പറേറ്ററിന്റെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസും C1 C2 സെക്ടർ CK ഡിസ്റ്റിങ്ക്ട് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ടി ആണെങ്കിൽ and WI is null space of T minus CI ആണെങ്കിൽ if V is equal to W1 etc plus WK ആണെങ്കിൽ T ഡയഗണലൈസബിൾ ആയിരിക്കും. V is equal to W1 plus W2 etc plus WK ആണെങ്കിൽ T ഡയഗണലൈസബിൾ ആയിരിക്കും എന്ന റിസൾട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് റിസൾട്ട് ആക്ച്വലി വി ആർ ഗോയിങ് ടു യൂസ് ചെയ്യാം. അത് ഇൻഡയറക്ട്ലി നമ്മൾ എടുക്കുന്നത് ഇവിടെ W എന്ന് പറഞ്ഞാൽ സ്പേസ് ജനറേറ്റഡ് ബൈ ഓൾ ഐഗൻ വെക്ടേഴ്സ് ഓഫ് ടി ആണ്. W1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വൺ ജനറേറ്റഡ് ബൈ ഫസ്റ്റ് ഐഗൻ വെക്ടർ, W2 പറഞ്ഞാൽ ബൈ സെക്കൻഡ് ഐഗൻ വെക്ടർ, സെക്ടർ WK എന്ന് പറഞ്ഞാൽ തേർഡ് ഐഗൻ വെക്ടർ, സോ തേർഡ് അല്ല kth ഐഗൻ വെക്ടർ. അപ്പൊ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇത് പറഞ്ഞാൽ വേറെ ഒന്നല്ല സ്പാൻ ഓഫ് W1 യൂണിയൻ W2 യൂണിയൻ സെക്ടർ WK എന്ന് പറഞ്ഞ സെറ്റാണ്. ഓക്കെ, അപ്പൊ സ്പാൻ ഓഫ് ഇസ് ഈക്വൽ ടു വി എന്നാണ്. അപ്പൊ ഇതാണ് നമ്മൾ ശരിക്കും കാണിക്കാൻ പോകുന്നത്. അതായത് W is a space of all space generated by all eigenvectors of T. അപ്പം ഈ W is equal to span of ഇതിന് W എന്ന് എടുക്കുക ആദ്യം. W is a span of W1 W2 സെക്ടർ WK എന്ന് എടുത്തിട്ട് ഈ W V ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? T ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. You understand? This is the second characterization we discussed. അതായത് നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ക്യാരക്ടറൈസേഷൻസ് വെച്ചിട്ട്. അതിൽ മൂന്നാമത്തെ കണ്ടീഷൻ, അത് ടി മൂന്ന് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു, ഇക്വലന്റ് കണ്ടീഷൻസ്. ടി ഡയഗണലൈസബിൾ ആണ്, പിന്നെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ടി എന്നാൽ x മൈനസ് C1 D1 x മൈനസ് CK DK ആണ് with dimension of WI equal to DI. And third condition നമ്മൾ dimension of W1 etc plus dimension of WK equal to dimension of V എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു V is equal to W1 etc plus WK ആയിരിക്കണം. അപ്പോൾ V is equal to W1 etc plus WK ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സ്പാൻ ഓഫ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ W ആണ്, ആ W V തന്നെയാണെന്ന്. മീൻസ് ഈ W V തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? T is diagonalizable. T is diagonalizable. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ എന്താ ചെയ്യുന്നത്? എന്താ ചെയ്യുന്നത് മനസ്സിലായോ? സാർ ഇപ്പൊ പറഞ്ഞ തിയറം മനസ്സിലായി, പക്ഷെ അത് ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പൊ ഈ തിയറം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്ന എത്രയേ ഉള്ളൂ. W is equal to V എന്ന് കാണിച്ചാൽ നമ്മളെ വർക്ക് ഡൺ ആയോ എന്നാ ചോദിക്കുന്നത്. W പറഞ്ഞാൽ സ്പേസ് ഓഫ് ഓൾ സ്പേസ് ജനറേറ്റഡ് ബൈ ഓൾ ഐഗൻ വെക്ടേഴ്സ് ഓഫ് T. അപ്പം W ഈക്വൽ ടു V ആണെങ്കിൽ
ഒബിയസ്ലി ഡബ്ല്യൂവിനകത്തൊരു ബേസിസ് ഉണ്ടാവില്ലേ? ഡബ്ല്യു ഈക്വൽ ടു വി ആണ് സപ്പോസ്, അങ്ങനെയെങ്കിൽ ഡബ്ല്യൂവിനകത്തൊരു ബേസിസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ബേസിസ് കിട്ടി. ആ ഡബ്ല്യു എലിമെന്റ്സ് എന്താ? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണ്. അപ്പം നമുക്കൊരു ബേസിസ് കിട്ടി, വിന്റെ ഒരു ബേസിസ് കിട്ടി, വിച്ച് കണ്ടെയ്ൻസ് ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ്. അപ്പൊ എന്തായി? ടി ഡയഗണലൈസബിൾ ആയി. അതാണ് പ്രൂഫ് ടെക്നിക്ക്. ഓക്കെ, ഇവിടെ എങ്ങനെയാ പ്രൂഫ് എന്ന് ഞാൻ പറയാം. ഓക്കെ, അത് ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയോ? ഇപ്പൊ ഡബ്ല്യു സർ ഈക്വൽ അത് ടു വി എന്ന് ഒന്നും പ്രൂവ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡബ്ല്യു ഈക്വൽ ടു വി എന്ന് പ്രൂവ്, നമുക്ക് ശരിക്കും വേണ്ടത് എന്താ വെച്ചാൽ ടി ഡയഗണലൈസബിൾ എന്ന് കാണിക്കണമെങ്കിൽ ഐഗൺ വെക്ടേഴ്സ് അടങ്ങുന്ന ഒരു ബീറ്റ, ഒരു ബേസിസ് നമുക്ക് കാണിക്കണം. ആർക്ക്? വിന് ഒരു ബേസിസ് കാണിക്കണം. അങ്ങനെ കാണിച്ചാൽ ടി ഡയഗണലൈസബിൾ ആണ്. അതാണ് നമ്മളെ ബേസിക് ഡെഫിനിഷൻ. അപ്പം ഈ ഇപ്പൊ പറഞ്ഞ ഈ സ്പേസ് ഡബ്ല്യു ഈക്വൽ ടു വി എന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് ഇഫ് ഡബ്ല്യു ഈക്വൽ ടു വി കാണിച്ചു കഴിഞ്ഞാൽ, ഡബ്ല്യു വി ആണെങ്കിൽ രണ്ടും ഒരേ സ്പേസ് ആണ് മീനിങ്. അപ്പം ഡബ്ല്യു എന്തായാലും എന്താ കണ്ടെയ്ൻ ചെയ്യുന്നത്? ഡബ്ല്യു കണ്ടെയ്ൻസ് ഓൾ ഐഗൺ വെക്ടേഴ്സ് ഓൺലി, അല്ലേ? ഡബ്ല്യു എന്താ ശരിക്കും സ്പേസ് ഓഫ് ഓൾ ഐഗൺ വെക്ടേഴ്സ് ഓഫ് ടി ആണ്. എല്ലാ ഐഗൺ വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ്. C1 C2 C ക്ക് ഒരുപാട് ഐഗൺ വാല്യൂസ് ഉണ്ട്. പക്ഷെ ഇവരെല്ലാവരുടെയും ഐഗൺ വാല്യൂസ് ഒരുമിച്ച്, ഐഗൺ വെക്ടേഴ്സ് ഒരുമിച്ച് എടുത്ത സ്പേസ് ആണ്. അപ്പം ആ സ്പേസിന്റെ അടുത്ത് നമുക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരു ബേസിസ് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഒബ്വിയസ്ലി ടി ഈസ് ഗോയിങ് ടു ബി ഡയഗണലൈസബിൾ. കാരണം അങ്ങനത്തെ ഒരു ബേസ് നമുക്ക് അങ്ങനത്തെ ഒരു ബേസ് വി ക്യാൻ ജനറേറ്റ്. കാരണം അതാണ് നമ്മൾ ആ തിയറത്തിൽ പറയുന്നത്. ആ തിയറം 2 നിങ്ങൾ 187 പേജ് എടുക്കുകയാണെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ 187 പേജ് തിയറം 2 എടുക്കുകയാണെങ്കിൽ തേർഡ് കണ്ടീഷൻ പറയുന്നുണ്ട് നമ്മൾ. അതായത് ആ 3 കണ്ടീഷൻസ് ഇക്വലന്റ് ആണ്. ആ മൂന്നാമത്തെ കണ്ടീഷനാണ് ഏറ്റവും പറഞ്ഞത്. അതായത് W1 W2 എക്സെട്ര WK എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു C1 C2 എക്സെട്ര CK കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ സ്പേസസ് ആണ്. അപ്പൊ ഇഫ് യു ക്യാൻ ഷോ ദാറ്റ് വി ഈസ് ഈക്വൽ ടു ദിസ്, ഇങ്ങനെ കാണിക്കാൻ പറ്റിയാൽ ടി ഡയഗണലൈസബിൾ ആണെന്നാണ് നമ്മൾ അന്ന് പ്രൂവ് ചെയ്തത്. അപ്പം ഇങ്ങനെ കാണിക്കാൻ പറ്റുക ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എടുക്കുന്ന ആദ്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ സമ്മിനെ നമ്മൾ ആദ്യം ഡബ്ല്യൂന്ന് എടുക്കുകയാണ്. എന്നിട്ട് ആ ഡബ്ല്യു വി തന്നെയാണെങ്കിൽ വർക്ക് ഈസ് ഡൺ എന്ന് പറയാം. അത്രേ ഉള്ളൂ. ഡബ്ല്യു പറഞ്ഞാൽ സ്പാൻ ഓഫ് ദീസ് തിങ്സ് ആണ്. സ്പാൻ ഓഫ് W1 W2 എക്സെട്ര WK ആണ്. അപ്പൊ ആ സ്പേസ്, ആ വലിയ സ്പേസ് ആണ് ഡബ്ല്യു. ആ സ്പേസും വി ഒന്ന് തന്നെയാണെങ്കിൽ നമ്മളെ വർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കാരണം ഈച്ച് ഓഫ് WIസിന് ബേസിസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ റിസൾട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ഈച്ച് ഓഫ് WIസിന് ബേസിസ് ഉണ്ടെങ്കിൽ ഈ ഡബ്ല്യൂന്റെ ബേസിസ് പറഞ്ഞാൽ ഈ ബേസിസുകളുടെ യൂണിയൻ ആയിരിക്കും. അത് നമ്മളൊരു ലെമ്മ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ തിയറം 2 പ്രൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 186 പേജിൽ. ഓക്കെ, സോ അതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രൂഫ് ഞാൻ പറയാം. ഇതിലിപ്പോ എങ്ങനെയാ നമ്മൾ ഫർദർ പോകുന്നത് ഞാൻ പറയാം. അപ്പൊ ടി ഡയഗണലൈസബിൾ കാണിക്കാൻ നമ്മൾ ഇതാ കാണിക്കേണ്ടത്. പക്ഷെ നമ്മൾ സപ്പോസ്, അപ്പൊ ഇത്, അപ്പം രണ്ട് കേസാ വരിക. അപ്പൊ ഡബ്ല്യു നമ്മൾ സ്പേസ് ഓഫ് ഓൾ ഐഗൺ വെക്ടേഴ്സ് ഓഫ് ടീന്ന് എടുത്ത രണ്ട് കേസ് വരും. ഒന്നെങ്കിൽ ഡബ്ല്യു വി തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഡബ്ല്യു വി ആവില്ല. ഓക്കെ, ഒന്നെങ്കിൽ ഡബ്ല്യു വി ആയിരിക്കും, അല്ലെങ്കിൽ വി ഡബ്ല്യു ആവില്ല. ഈ രണ്ട് കേസേ വരുള്ളൂ. ഈ രണ്ട് കേസുകളാ വരിക. ഒന്നെങ്കിൽ ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി ഓർ ഡബ്ല്യു ഈസ് നോട്ട് ഈക്വൽ ടു വി. അപ്പൊ ഡബ്ല്യു ഈക്വൽ ടു വി ആണെങ്കിൽ ടി ഈസ് ഡയഗണലൈസബിൾ. അപ്പൊ നമുക്ക് അവിടെ വേറെ ഒന്നും പ്രൂവ് ചെയ്യാനില്ല. ഡബ്ല്യു വി തന്നെയാണെങ്കിൽ ടി ഡയഗണലൈസബിൾ ആയിരിക്കും. കാരണം അത് നമ്മൾ എടുക്കുന്നത് നമ്മൾ ആ തിയറം 2 എന്നുള്ള ആ തേർഡ് ഇക്വാലന്റ് കണ്ടീഷൻ വെച്ചിട്ടാണ്. അപ്പം ഇവിടെ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, സപ്പോസ് ഡബ്ല്യു ഈസ് നോട്ട് ഈക്വൽ ടു വി. ഇപ്പൊ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി ആണ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ ഇവിടെ നമ്മൾ പഠിച്ച ലെമ്മ ഉപയോഗിക്കും. കാരണം ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇസ് സബ്സ്പേസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ഇസ് ആക്ച്വലി എ പ്രോപ്പർ സബ്സ്പേസ് ഓഫ് വി എന്ന് വരും. കാരണം ഡബ്ല്യു എന്താ? ഐഗൺ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു ടി ആണ്. ഓക്കെ, അപ്പം നമുക്ക് ശരിക്കും നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ ഇറ്റ് ഇസ് ആക്ച്വലി പ്രോപ്പർ ഇൻവേരിയൻസ് സബ്സ്പേസ് ഓഫ് ടി. കാരണം ഐഗൺ വെക്ടേഴ്സിന്റെ ആ സ്പേസ് ഇൻവേരിയൻസ് സബ്സ്പേസ് ആയിരിക്കും. അപ്പൊ ഡബ്ല്യു ഇൻവേരിയൻസ് സബ്സ്പേസ് ഓഫ് ടി ആയിരിക്കും. എന്നിട്ട് നമ്മൾ ആ ഒരു ടി കണ്ടക്ടറിന്റെ ഐഡിയ കൊണ്ടുവരും. ഓക്കെ, പ്രൂഫില്. എന്നിട്ട് ടി കണ്ടക്ടറിന്റെ ഐഡിയ കൊണ്ട് നമ്മൾ എന്താ പ്രൂവ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ശരിക്കും ലാസ്റ്റിൽ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുക എന്താ വെച്ചാൽ, ഈ മിനിമൽ പോളിനോമിയൽ ഒരിക്കലും ഇങ്ങനെ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആവില്ല, ഒരു ഫാക്ടറെങ്കിലും റിപ്പീറ്റ് ചെയ്യും എന്ന് കാണിക്കും. അതായത് മിനിമൽ പോളിനോമിയൽ നമ്മൾ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി ആണെന്ന് അസ്യൂം ചെയ്ത് നമ്മൾ പ്രൂഫ് മുമ്പോട്ട് പോകും. നമ്മൾ പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ നമ്മൾ ചെയ്യാം. അപ്പം ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി എടുത്ത് നമ്മൾ കുറച്ച് കാണിക്കും, ഈ ഒരു ടി മൈനസ് സി ജെ എന്ന ഫാക്ടർ 2 പ്രാവശ്യം വരും എന്ന് കാണിക്കും. അപ്പൊ എന്താ? ഇത് റിപ്പീറ്റ് ആയി.
പക്ഷെ നമുക്ക് മിനിമൽ പോളിനോമിയൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം, ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ്. അപ്പൊ ടി മൈനസ് സി ഒരിക്കൽ വന്നാൽ പിന്നെ വരുന്ന ടി മൈനസ് സി ജെ എന്ന് പറഞ്ഞാൽ ഈ ജെ ഇത് വേറെ എലിമെന്റ് ആയിരിക്കണം, ഒരു സി ഐ ആയിരിക്കണം, വേറെ ഐ ഇസ് നോട്ട് ഈക്വൽ ടു ജെ, സോറി സി ഐ ഇസ് നോട്ട് ഈക്വൽ ടു സി ജെ. അപ്പൊ അതാണ് നമ്മളോട് കോൺട്രഡിക്ഷൻ വരിക. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി എടുത്തിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് അല്ല, അറ്റ്ലീസ്റ്റ് ഒരു ഫാക്ടറെങ്കിലും റിപ്പീറ്റ് ചെയ്യും എന്ന് കാണിക്കും. അതാണ് നമ്മൾ എന്നിട്ട് ബൈ കോൺട്രഡിക്ഷൻ നമ്മൾ അവിടെ ക്ലോസ് ചെയ്യും. അപ്പൊ അത് കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്ന മിനിമം നമ്മൾ തിരിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് ഇത് പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ് അസ്യൂം ചെയ്യും. എന്നിട്ട് ഡബ്ല്യു നോട്ട് ഈക്വൽ ടു വി എന്ന് എടുത്തിട്ട് നമ്മൾ ലാസ്റ്റ് കാണിക്കും മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത എം ഓഫ് ടിയിൽ ഒന്ന് കൂടുതൽ ടേംസ് വരും, മീൻസ് സെയിം ടേംസ് വരും, പക്ഷെ അത് കോൺട്രഡിക്ഷൻ ആയി മാറും. അങ്ങനെയാണ് പ്രൂഫ് ടെക്നിക്ക്. പ്രൂഫ് ടെക്നിക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലീനിയർ ഫാക്ടേഴ്സ് പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ. ശ്രദ്ധിക്കേണ്ട കാര്യം ഈ C1 C2 CK എല്ലാം വേറെ 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 വാല്യൂസ് ആണ്, ഒന്നും ഒറ്റൊന്നും സെയിം അല്ല. അതാണ് ഡിസ്റ്റിങ് എന്ന് പറയുന്നത്. ഡിസ്റ്റിങ് ലീനിയർ ഡിസ്റ്റിങ് ഐഗൺ വാല്യൂസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു പോളിനോമിയൽ ആയിരിക്കും അത് T-1 ഇൻറ്റു T-2 ഇൻറ്റു T-3 ഇൻറ്റു T-സംതിങ് ലൈക്ക് ദാറ്റ്. പക്ഷെ ഈ വരുന്ന C1 C2 എല്ലാം ഡിസ്റ്റിങ് ആണ്. അപ്പൊ ഇങ്ങനെ മിനിമൽ പോളിനോമിയലിനെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ കാണിക്കേണ്ടത് നമുക്ക് T ഡയഗണലൈസബിൾ ആണ്. അപ്പൊ T ഡയഗണലൈസ് ആണ് കാണിക്കുക. അപ്പൊ അതിന് രണ്ട് കേസാണ് വരും. അപ്പൊ W നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്പേസ് എടുക്കുകയാണ്, W ടു ബി ദ സ്പേസ് ഓഫ് സ്പേസ് ജനറേറ്റഡ് ബൈ ഓൾ ഐഗൻ വെക്ടേഴ്സ് ഓഫ് T എന്ന് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കേസേ വരുള്ളൂ. ഒന്നെങ്കിൽ W എന്ന ഫുൾ വെക്ടർ സ്പേസ് V തന്നെ ആവും, അല്ലെങ്കിൽ W എന്ന സാധനം V ആവില്ല. രണ്ട് കേസേ വരാം. അപ്പൊ V ആണെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ആ ക്യാരക്ടറൈസേഷൻ ഞാൻ പറഞ്ഞ 187 പേജിലുള്ള തേർഡ് ക്യാരക്ടറൈസേഷൻ വെച്ച് നമുക്ക് ക്ലോസ് ചെയ്യാം. അതായത് നമുക്ക് പറയാം T ഡയഗണലൈസബിൾ ആണെന്ന് പറയാം. സപ്പോസ് W V അല്ല. ഇപ്പൊ W V അല്ലെങ്കിൽ എന്ത് ചെയ്യും നോക്കാം. ഇപ്പൊ W V അല്ലെങ്കിൽ W is actually a proper subspace of V. കാരണം ഐഗൻ സ്പേസ് എല്ലാം എന്താണ് they are invariant, isn't it? We know that ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സ്പേസ് ഓഫ് T മൈനസ് സി എന്ന് പറഞ്ഞാൽ ഇൻവേരിയന്റ് അണ്ടർ ടി ആയിരിക്കുന്നു അല്ലേ? ഇൻവേരിയന്റ് അണ്ടർ ടി ആയിരിക്കും ഞാൻ പറഞ്ഞത്. നിങ്ങൾ ടി ഓഫ് ഏത് അല്ലെ, we have already proved, I told you to prove one result, that is if you take an S linear operator S for which ST is equal to TS, then null space of S and range of S is invariant under T എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഇതിനകത്ത് ഈ എസിന് നമ്മൾ T മൈനസ് സി ആയി എടുത്തിട്ട് ഞാനൊരു പ്രൂഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ പറഞ്ഞത് നൾ സ്പേസ് ഓഫ് T മൈനസ് സി ഐ എന്ന് പറഞ്ഞാൽ നൾ സ്പേസ് ഓഫ് T മൈനസ് സി ഐ എന്ന് പറഞ്ഞാൽ സി ഐ എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂന്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്പേസ് ആണ്. അപ്പം ആ റിസൾട്ട് വെച്ചിട്ട് നമുക്ക് പറയാം എല്ലാ ഐഗൺ വാല്യൂസിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് സ്പേസസ് ഇൻവേരിയന്റ് അണ്ടർ ആ ട്രാൻസ്ഫോർമേഷൻ T ആയിരിക്കും. അപ്പം ഇവിടെ എടുക്കുന്ന W എന്ന യൂണിയൻ ഓഫ് ഓൾ ദീസ് W1 W2 എക്സെട്ര WK ആണ്. എല്ലാ വെക്ടേഴ്സിന്റെയും ഐഗൺ വെക്ടേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ W ഏത് വെക്ടർ ആൽഫ എടുത്താലും നിങ്ങൾ T ആൽഫ കണ്ടുപിടിച്ചാൽ എവിടെ ഉണ്ടാവും? W തന്നെ ഉണ്ടാവും. ഓക്കെ, കാരണം T ആൽഫ വിൽ ബി ഈക്വൽ ടു സം C ടൈംസ് ആൽഫ. T ആൽഫ പറഞ്ഞാൽ സം C ആൽഫ ആയിരിക്കും. C കോൺസ്റ്റന്റ് ആണ്. ആൽഫ W ഉണ്ടെങ്കിൽ അതിന്റെ മൾട്ടിപ്പിൾ അതിൻ്റെ തന്നെ ഉണ്ടാവും. കാരണം അതൊരു വെക്ടർ സ്പേസും കൂടി ആണല്ലോ, ഒരു ഐഗൺ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് വരുന്നത്. ഓക്കെ, സോ 1 minute. Okay, sorry for that. So yeah, so here അപ്പം W is actually invariant under T. W invariant under T ആണ്. അപ്പൊ നമുക്ക് ആ പ്രീവിയസ് ലെമ്മ നമ്മൾ പറഞ്ഞ ലെമ്മ വെച്ച് നമുക്ക് എന്ത് പറയാം, ഒരു എക്സ് ഉണ്ടാവും W ഇല്ലാത്ത, ഫോർ വിച്ച് T മൈനസ് സി ഐ ഓഫ് എക്സ് എന്ന W തന്നെ ഉണ്ടാവും. സം ഐഗൻ വാല്യൂ സി, ഏതൊരു ഐഗൻ വാല്യൂ സിന് ഇത് ഓക്കെയാണ്. ഞാൻ പറഞ്ഞത് ശരിയാണോ? W invariant under T ആണോ വരിക? W invariant under T ശരിയാണോ? W invariant under T എന്ന് പറയണമെങ്കിൽ W എന്നൊരു ആൽഫ എടുത്തു കഴിഞ്ഞാൽ T ആൽഫയും W തന്നെ ഉണ്ടാവണം. അതുണ്ടോ?
Is it there? W invariant under T എന്ന് പറഞ്ഞാൽ W നമ്മൾ ആൽഫ എടുത്തു കഴിഞ്ഞാൽ ടി ആൽഫ W ഉണ്ടാവണം. അത് ശരിയാണോ? കാരണം W എന്താ? W എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ C1 എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂന് കറസ്പോണ്ടിങ് ആയിട്ട് W1 എന്ന് പറഞ്ഞ ഒരു എന്തുണ്ട്? ഐഗൺ സ്പേസ് ഉണ്ട്. C2ന് കറസ്പോണ്ടിങ് ആയിട്ട് W2 ഉണ്ട്, എക്സെട്ര. CKന് കറസ്പോണ്ടിങ് ആയിട്ട് WK ഉണ്ട്. ഇപ്പൊ W എന്ന് പറഞ്ഞാൽ ശരിക്കും വേറെ ഒന്നുമില്ല, ഇവരെല്ലാവരെയും അടങ്ങുന്ന കളക്ഷനാണ്. അതായത് W1 പ്ലസ് W2 എക്സെട്ര പ്ലസ് WK എന്ന് നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അല്ലെങ്കിൽ സ്പാൻ ഓഫ് W1 W2 എക്സെട്ര WK. ഇതിലുള്ള വെക്ടേഴ്സും ഇവർ തമ്മിൽ ജനറേറ്റ് ചെയ്യുന്ന വെക്ടേഴ്സും എല്ലാം കൂടി അടക്കമാണ് സ്പാൻ വരിക. ഓക്കെ, അപ്പൊ ആൽഫ എന്ന് പറഞ്ഞ ഐഗൺ വെക്ടർ ആണ്. അപ്പൊ ടി ആൽഫ എപ്പോഴും W ഉണ്ടാവുമോ? ആൽഫ ഐഗൺ വെക്ടർ ആണെങ്കിൽ ടി ആൽഫ വിൽ ബി ഈക്വൽ ടു സം സി ആൽഫ. ഏതോ ഒരു സിക്ക് അത് സി ആൽഫ ആയിരിക്കും. സി ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫേന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സപ്പോസ് ഈ ആൽഫ എന്ന് പറഞ്ഞാൽ C2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിചാരിക്കാം. ഓക്കെ, അപ്പൊ ടി ആൽഫ എന്ന് പറഞ്ഞാൽ C2 ആൽഫ എന്ന് വരും. പക്ഷെ C2 ആൽഫ എവിടെ ലൈ ചെയ്യും? C2 ആൽഫ W2 തന്നെ ഉണ്ടാവില്ലേ? കാരണം W2 എന്താണ്? ഒരു വെക്ടർ സ്പേസ് അല്ലേ? നൾ സ്പേസ് ഓഫ് T മൈനസ് C2i ആണ് W2 പറഞ്ഞാൽ. നൾ സ്പേസ് ഓഫ് T മൈനസ് C2i ആണ് W2 എന്ന് പറയുന്നത്. അപ്പം ഇതൊരു വെക്ടർ സ്പേസ് ആണ്, സബ് സ്പേസ് ആണ്. അപ്പം ഓബിയസ്ലി ഇറ്റ് ഇസ് വെക്ടർ സ്പേസ്. അപ്പൊ അതിന്റെ ഒരു വെക്ടർ എടുത്ത് അതിന്റെ മൾട്ടിപ്ലോ അതിന്റെ സ്പേസ് തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് ശരിക്കും ഇൻവേരിയന്റ് ആണ്. ഓക്കെ, W is actually union of all such it's actually a span of these spaces. So it is actually invariant under T. അപ്പോൾ W invariant under T ആണെങ്കിൽ minimal polynomial is a product of linear factors. Product of linear factors ആണെങ്കിൽ നമുക്ക് ആ ലെമ്മ യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഇന്നലെ പ്രൂവ് ചെയ്ത ലെമ്മ, അതായത് ലെമ്മ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് പേജ് നമ്പർ 202 ലെമ്മ, താഴെ കൊടുത്തിരിക്കുന്ന ലെമ്മ. അതാണ് ഈ ടി കണ്ടക്ടറിന്റെ ലെമ്മ. അങ്ങനത്തെ ഒരു ടി കണ്ടക്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന പറയുന്ന ലെമ്മയാണ്. അതായത് നിങ്ങൾ ഇപ്പോൾ W നോട്ട് ഈക്വൽ ടു V ആണെങ്കിൽ W V അല്ല, അപ്പൊ W എന്തായാലും വിന്റെ അകത്തായിരിക്കും. ഓക്കെ, W will be inside V. This is V, W has to be inside V. So we take an X here. We take an X which is not in W. W ഇല്ലാത്തൊരു X എടുക്കും. By lemma we can say there exists an X which is not in W such that T minus Ci of X ആണ് W ഉണ്ടാവും. T minus Ci of X എന്ന് പറഞ്ഞാൽ W ഉണ്ടാവും. For some C, ഏതോ ഐഗൺ വെക്ടർ സിക്ക് T minus Ci of X W ഉണ്ടാവും. അതാണ് ലെമ്മ പറയുന്നത്. ഇനി ആ T minus Ci of X എന്ന ആ ഒരു പെർട്ടിക്കുലർ വെക്ടറിനെ, ഇതൊരു ഓപ്പറേറ്റർ ആണല്ലോ, ആക്ടിങ് ഓൺ എ വെക്ടർ. അപ്പൊ ഇതൊരു വെക്ടർ ആണ്. T minus Ci of X എന്നൊരു വെക്ടർ ആണ്. ഈ വെക്ടർ നമ്മൾ Y എന്ന് എടുക്കാൻ വിചാരിക്കാം. Y എന്ന് എടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം X is not in W but this Y is in W. Y W ഉണ്ടെന്ന് കിട്ടി. ഈ Y W ലാണെങ്കിൽ നമുക്ക് Y നെ എങ്ങനെ എഴുതാൻ പറ്റും? Y W ലാണെങ്കിൽ നമുക്ക് Y നെ Y1 Y2 Y1 പ്ലസ് Y2 എക്സെട്ര പ്ലസ് YK എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞു ഇറ്റ് ഇസ് ആക്ച്വലി W is W1 W2 എക്സെട്ര പ്ലസ് WK. അപ്പം ഇതിലുള്ള വെക്ടർ W ഉള്ള ഒരു വെക്ടർ നമ്മൾ Y നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ Y1 പ്ലസ് Y2 എക്സെട്ര പ്ലസ് YK എഴുതാൻ പറ്റും. ആ ഫോം എഴുതാൻ പറ്റും. കാരണം W is actually W1 plus W2 എക്സെട്ര പ്ലസ് WK, where each yi belongs to Wi. ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് Y1 എന്ന് പറഞ്ഞാൽ W1 എലിമെന്റ് ആണ്. അപ്പോൾ TY1 എന്ന് പറഞ്ഞാൽ C1 ടൈംസ് Y1 ആയിരിക്കും. അത് ജസ്റ്റ് അതിന്റെ ഐഗൻ വെക്ടർ ഐഗൻ വാല്യൂ എന്ന് പറയാം, അത്രേ ഉള്ളൂ. ആൻഡ് Y1 ഇസ് കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ എന്ന് കാണിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ YK WK ഓബിയസ്ലി TYK എന്ന് പറഞ്ഞാൽ CK into YK ആയിരിക്കും. അതെല്ലാം ഡയറക്റ്റ് ആണ്. നമ്മൾ റിസൾട്ട് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് TX is equal to CX. T is an eigen vector. T is a linear operator and TX is equal to CX ആണെങ്കിൽ ഏത് പോളിനോമിയലിനും FT of X is equal to FC of X നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്ത പ്രൂഫാണ്. ഏത് പോളിനോമിയൽ എടുത്താലും F of capital TX എന്ന് പറഞ്ഞാൽ F of small c X ആയിരിക്കും. where C is eigen value of T and X is the corresponding eigen vector. അങ്ങനെയെങ്കിൽ ആ റിസൾട്ട് ഹോൾഡ് ചെയ്യുന്നതിനെ കൊണ്ട് ഞാൻ ഒരു പോളിനോമിയൽ എടുക്കുകയാണ്, ഒരു ജനറൽ പോളിനോമിയൽ എടുക്കുകയാണ്, H of T എന്നൊരു പോളിനോമിയൽ എടുക്കുകയാണ്. എന്നിട്ട് H of T of Y കാണാണ്. Y ഇതാണ്. H of T of Y കാണാൻ H of T ലീനിയർ പോളിനോമിയൽ ആണ്, ലീനിയർ ഓപ്പറേറ്റർ ആയിരിക്കും. T ലീനിയർ ഓപ്പറേറ്റർ അതിനെ കൊണ്ട്. അപ്പം ഇത് H of T Y dash പ്ലസ് H of T Y2 പ്ലസ് എക്സെട്ര പ്ലസ് H of T YK എന്ന് വരും. H of T Y1 പ്ലസ് H of T Y2 എക്സെട്ര പ്ലസ് H of T YK എന്ന് വരും.
ആൻഡ് ഈച്ച് ഓഫ് ദ ഈ റിലേഷൻ ഉള്ളതിനെ കൊണ്ട് ഇതിപ്പോൾ ഏത് പോളിനോമിയൽ ട്രൂ ആണെങ്കിൽ അത് ടിക്കും പ്രൂവ് ചെയ്യും. അപ്പോൾ എച്ച് ഓഫ് ടി വൈ, അത് എച്ച് ഓഫ് ടി എക്സ് എന്ന് പറഞ്ഞാൽ എച്ച് ഓഫ് സ്മോൾ സി എക്സ് ആയിരിക്കും. അപ്പോൾ എച്ച് ഓഫ് ടി വൈ വൺ എന്ന് പറഞ്ഞാൽ അത് എച്ച് ഓഫ് ഏതാണ് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ, ആ ഐഗൻ വാല്യൂ എടുക്കുക. ഏതാണ് കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ വരും? അപ്പോൾ എച്ച് ടി വൈ വൺ എന്ന് പറഞ്ഞാൽ എച്ച് സി വൺ വൈ വൺ വരും. എച്ച് ടി വൈ ടു പറഞ്ഞാൽ എച്ച് സി ടു വൈ ടു എന്ന് വരും. ഇത് നമ്മൾ ആ ലെമ്മയിലും യൂസ് ചെയ്തായിരുന്നു. നമ്മൾ ആ പ്രൂവ് ചെയ്ത ആ ലെമ്മയിലും സെയിം സംഭവം യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കത് കണ്ട ഏകദേശം ഓർമ്മ വരും. ഓർമ്മ വന്നിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ എച്ച് എഫ് ടി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. എച്ച് ഓഫ് സി വൺ വൈ വൺ പ്ലസ് എച്ച് ഓഫ് സി ടു വൈ ടു പ്ലസ് എച്ച് ഓഫ് സിക്ക് വൈക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി എം ടി ഓഫ് എക്സ് സീറോ ആയിരിക്കും. എം എന്ന് പറഞ്ഞാൽ മിനിമൽ പോളിനോമിയലാണ്. എം നമ്മളെ ടീന്റെ മിനിമൽ പോളിനോമിയലാണെങ്കിൽ എം ടി ഓഫ് എക്സ് സീറോ ആയിരിക്കും ഫോർ എനി എക്സ്. ഓക്കെ, ഫോർ എനി എക്സ് എം ടി ഓഫ് എക്സ് സീറോ ആയിരിക്കും. ഇത് നമ്മൾ പണ്ടൊരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ആൻഡ് യു ടേക്ക് വൈ ടു ബി ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ്. ഓക്കെ, നമ്മൾ വൈന് ടി മൈനസ് സി ജെ, ഇവിടെ നമ്മൾ വൈന് ടി മൈനസ് സി ഐ ഓഫ് എക്സ് എടുത്തു. ആ സിന് കറസ്പോണ്ടിങ് ആ സിക്ക് നിങ്ങൾ ഇൻ പെർട്ടിക്കുലർ സി ജെ എടുത്തോളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി അങ്ങനെ എടുത്തിട്ടുണ്ട് വൈന്. സോ വിൽ ടേക്ക് ലെറ്റ് ദാറ്റ് വൈ ബി ആക്ച്വലി ടി മൈനസ് സി ജെ ഐ എക്സ്. ഓക്കെ, സി മൈനസ് സി ജെ ഐ എക്സ്. സോ what we can say is that mt will be actually of the form some t minus cj into q of t. mt എന്ന് പറഞ്ഞാൽ ഒരു t minus cj into q of t ഫോമിലായിരിക്കും. അതെന്തുകൊണ്ടാ? എം ടി ഓഫ് എക്സ് സീറോ ആണ്. ഓക്കെ, ഇൻ പെർട്ടിക്കുലർ എം ടി ഓഫ് വൈയും സീറോ ആയിരിക്കും അല്ലേ? ഇൻ പെർട്ടിക്കുലർ എം ടി ഓഫ് വൈയും സീറോ. കാരണം വൈ ഈസ് ആക്ച്വലി എലിമെന്റ് ഇൻ v. Y is actually an element in v. So mt is actually a polynomial for which mt of x is zero for any particular x. കാരണം ഇതൊരു annihilating polynomial ആണ്. അതൊരു annihilating polynomial ആണ്. അപ്പം y നമ്മൾ ടി മൈനസ് സി ജെ എക്സ് എടുക്കുകയാണ്. അപ്പൊ എങ്ങനെ എം ടി ഇങ്ങനെ കിട്ടുക? അപ്പൊ എങ്ങനെ എം ടി അങ്ങനെ കിട്ടുക? നമ്മൾ ഈ കാണിക്കാൻ വെച്ചാൽ എം ടി നമ്മൾ ഇങ്ങനെ എടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ പറയും ഈ ക്യൂവിന്റെ ഒരു റൂട്ടും കൂടിയാണ് സി ജെ എന്ന് കാണിക്കുക. അതായത് ക്യൂ ഓഫ് സി ജെ ഈക്വൽ ടു സീറോ എന്ന് ലാസ്റ്റിൽ കാണിക്കും. അങ്ങനെ കാണിച്ചാൽ എന്താ കിട്ടുക വെച്ചാൽ എം ടിയിൽ രണ്ട് പ്രാവശ്യം സി ജെ റൂട്ടായിട്ട്, അതായത് ഇവിടെ ഓൾറെഡി സി ജെ റൂട്ടാവും, നമ്മൾ ഈക്വൽ ടു സീറോ ചെയ്താൽ അപ്പോൾ ഇതിന്റെ ഒരു സി ജെ റൂട്ടായിട്ട് വരും എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ കാണിക്കാൻ പോകുന്നത് പ്രൂഫിൽ. ഓക്കെ, ആ ലാസ്റ്റ് പ്രൂഫ് അതാണ്, ലാസ്റ്റ് സെക്ഷൻ അങ്ങനെയാണ്. എം ടി മിനിമൽ പോളിനോമിയൽ സി ജെ രണ്ട് പ്രാവശ്യം, സി ജെ എന്ന ഐഗൻ വാല്യൂ രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ലാസ്റ്റ് കാണിക്കും. അങ്ങനെയാണ് നമ്മൾ കോൺട്രഡിക്ഷൻ വരുത്താൻ പോകുന്നത്. അപ്പം എം ടി ഓഫ് എക്സ് സീറോ ആണ്. ആൻഡ് ഓൾസോ വി ഹാവ് സെറ്റ് വൈ ഇസ് ഈക്വൽ ടു ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് എന്ന് വൈ എടുക്കുകയാണെങ്കിൽ എങ്ങനെ എം ടി ഇങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടുക? അപ്പൊ വൈ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ എം ടി ഓഫ് വൈ എന്താ വരിക? എം ടി ഓഫ് വൈ എന്തായിരിക്കും? സീറോ ആയിരിക്കും അല്ലെ? എം ടി ഓഫ് വൈ ഷുഡ് ബി സീറോ. കാരണം എം ടി ഓഫ് വൈ ഓൾറെഡി സീറോ എന്ന് നമുക്ക് അറിയാം. കാരണം എം ടി ഒരു എന്താണ് മിനിമൽ പോളിനോമിയൽ ആണ്. ബട്ട് ഹൗ ഡു യു ടേക്ക് ദിസ് സ്റ്റേറ്റ്മെന്റ്?
സർ കിട്ടിയത് എങ്ങനെ മനസ്സിലായിട്ടില്ല. എങ്ങനെ ഇതെങ്ങനെ കിട്ടിയത് മനസ്സിലാവുന്നില്ല. ആ ഇത് ഇങ്ങനെ എടുത്താലേ നമുക്ക് ഫർദർ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടുന്ന് ഒരു സ്റ്റേജിൽ നിന്ന് ഇത്രയും പറഞ്ഞത് ഇത് എങ്ങനെയാ കിട്ടുക എന്നുള്ളതെന്ന് ചിന്തിക്കാം. അതായത് സി ജെ ഇസ് എ റൂട്ട് ഓഫ് എം ടി എന്നാണ് പറയുന്നത് അല്ലെ. എം ടി ഒരു പോളിനോമിയലാണ്. അപ്പോൾ ഓബിയസ്ലി സി ജെ എം ടി റൂട്ടാണ്. നമുക്ക് ടി മൈനസ് സി ജെ ഇൻറ്റു സം പോളിനോമിയൽ എഴുതാൻ പറ്റും എം ടിനെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സി ജെ ഇസ് റൂട്ട് ഓഫ് എം ടി എന്ന് എങ്ങനെ കിട്ടുന്നത് എന്നാണ് ചോദ്യം അല്ലേ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം നമുക്ക് അറിയാം മിനിമൽ പോളിനോമിയൽ ഒരു പോളിനോമിയലാണ്. ആൻഡ് ഓൾസോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് എം ടി ടു ബി ലെറ്റ് എം ടി ബി ഈക്വൽ ടു ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ടി എന്നാണ് എടുക്കുന്നത്. ലെറ്റ് എം ടി ബി ഈക്വൽ ടു ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ടി എന്ന് എടുക്കുന്നത്. കാരണം അങ്ങനെ എടുക്കാൻ പറ്റും. കാരണം എം ടി ഒരു പോളിനോമിയലാണല്ലോ. അപ്പം അതിനൊരു ലീനിയർ ഫാക്ടർ എടുത്തിട്ട് സി ജെ എം ടി റൂട്ട് ആണെങ്കിൽ ഒരു ലീനിയർ ഫാക്ടർ എടുത്തിട്ട് ബാക്കി ഇത്ര പോളിനോം ഇങ്ങനെ പറയില്ല നമ്മൾ. ഇഫ് യു ഹാവ് എ പോളിനോമിയൽ, ഓക്കെ, ഒരു പോളിനോമിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് അറിയാം അതിന്റെ റൂട്ട്, അതിന്റെ ഡിഗ്രി നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഡിഗ്രി ഇസ് എ ബിറ്റ് ലൈക്ക് മേ ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 2 ഓർ സംതിങ്. അങ്ങനെ നിങ്ങൾക്ക് ഒന്നറിയാം എക്സിന്റെ ഇതിന് ഈ പോളിനോമിയലിന്റെ ഒരു റൂട്ട് എ ആണെന്നറിയാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഇതിൽ ബി ഈക്വൽ ടു എക്സ് മൈനസ് എ ഇൻറ്റു എച്ച് ഓഫ് എക്സ് എഴുതാൻ പറ്റും അല്ലേ. എ ഇസ് റൂട്ട് ഓഫ് പി ഓഫ് എക്സ് ആണെങ്കിൽ ഒബ്വിയസ്ലി ഇതിങ്ങനെ എഴുതാൻ പറ്റും. എഴുതാൻ പറ്റില്ലേ? ഇതെന്താ നമുക്കറിയില്ല. ഇറ്റ്സ് ആക്ച്വലി വെക്ടർ. ഓക്കെ, എന്തായാലും ഇതിന്റെ ഡിഗ്രി എന്താ ഇതിനേക്കാൾ ഒരു ഡിഗ്രി കുറവായിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ ഇവിടെ എം ടി എന്ന പോളിനോമിയലിന്റെ റൂട്ടാണ് സി ജെ, ഒരു റൂട്ടാണ് സി ജെ എന്ന് കിട്ടണം. അതെങ്ങനെയാ കിട്ടുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എം ടി ഇസ് ഈക്വൽ ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി എടുക്കുകയാണെങ്കിൽ എം ഓഫ് ക്യാപിറ്റൽ ടി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി മൈനസ് സി ജെ ഐ ഇൻറ്റു ക്യൂ ഓഫ് ടി. അല്ലെ, നിങ്ങൾ എം ടി നിങ്ങൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ടി മൈനസ് സി ജെ ഐ ഇൻറ്റു ക്യൂ ഓഫ് ടി ആക്ടിങ് ഓൺ വൈ എന്ന് വരും. ഓക്കെ, ആക്ടിങ് ഓൺ വൈ എന്ന് വരും. And mt of y is equal to 0. അല്ലെ വേണം ഇതിനെ തിരിച്ചെടുക്കാം. ഇങ്ങനെ എടുക്കുന്നതിന് പകരം നമുക്കൊന്ന് എഴുതി നോക്കാം. എനിക്കും അവിടെ ചെറിയൊരു സംശയം വന്നു, അതാണ് ഞാൻ സ്റ്റക്കായത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഒന്ന് എഴുതി നോക്കട്ടെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എം ടി എഫ് എക്സ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ വായിച്ചപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മറന്നുപോയി. ഓക്കെ, സോ ഹിയർ എം ടി ഈസ് ഈക്വൽ ടു ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എം ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഇത് ടി മൈനസ് സി ജെ എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റൽ ടി മൈനസ് സി ജെ ഐ ആവും. ഇത് നമുക്ക് തിരിച്ചു എഴുതാമല്ലോ അല്ലേ. അപ്പോൾ ഈ പോളിനോമിയൽ പി ഓഫ് എക്സ് ഇങ്ങനെയാണ്. പി ഓഫ് എക്സ് നമുക്ക് വേണമെങ്കിൽ എച്ച് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് എന്ന് എഴുതി കൂടെ ഈ പോളിനോമിയൽ അല്ലേ? തെറ്റൊന്നുമില്ലല്ലോ. അതായത് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇപ്പോൾ ഒരു പോളിനോമിയൽ നിങ്ങളുടെ കയ്യിലുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് 3x + 2. ഇതിന്റെ ഒരു റൂട്ട് എന്താ? ഇതിന്റെ ഒരു റൂട്ട് പറയൂ. 1 റൂട്ടല്ലേ? എക്സ് 1 എടുത്താൽ 1. അപ്പൊ നിങ്ങൾക്ക് അറിയാം അത് നമുക്ക് എക്സ് മൈനസ് 1 ഇൻറ്റു സം പോളിനോമിയൽ എഴുതി കൂടെ? കാരണം 1 റൂട്ടല്ലേ. അപ്പൊ എന്തായാലും ഇത് നമുക്ക് എക്സ് മൈനസ് 1 ഇൻറ്റു സം ക്യൂ ഓഫ് എക്സ് എഴുതാം. എഴുതി കൂടെ? അല്ലെ നമുക്ക് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എഴുതാം. തെറ്റൊന്നുമില്ലല്ലോ. ഇല്ല, ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ ഇവിടെ എഴുതാം. അപ്പൊ ഇതിപ്പോ എം ടി ഇക്വൽ ടു ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ടി എന്ന് എഴുതാം, ക്യൂ ടി ഇൻറ്റു ടി മൈനസ് സി ജെ എന്ന് എഴുതാം. തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്ക് ക്യൂ ടി ഇൻറ്റു ടി മൈനസ് സി ജെ എന്ന് എഴുതാം. ക്യൂ ടി ഇൻറ്റു ടി മൈനസ് സി ജെ ക്യാപിറ്റൽ വരണം. ക്യാപിറ്റൽ ടി മൈനസ് സി ജെ ഐ എന്ന് വരും.
empty. Okay, empty ഇങ്ങനെ വരും. Okay, so now what? So what you get? അങ്ങനെയാണെങ്കിൽ empty of x എന്താ വരിക? അങ്ങനെയാണെങ്കിൽ empty of x ഇതൊന്നും വേണ്ട. So from this we get empty of x എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. അപ്പം qt of t minus cji of x. So empty of 0 is equal to empty of x is equal to qt of y. empty of y എടുത്താൽ എന്താ കിട്ടുക? qt of t minus cj I of x എന്ന് കിട്ടും. അപ്പം empty of y is equal to, there is some problem. Okay, so are you able to find it? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് തൽക്കാലം മനസ്സിലാവുന്നില്ല. Okay, let us now p is equal to x minus cj into q for some polynomial q. Okay, anyway, let me again see to it. Okay, ഞാൻ ഒന്നുകൂടി നോക്കട്ടെ, എന്നിട്ട് അത് പറയാം. തൽക്കാലം നമുക്കിത് മുമ്പോട്ട് പോകാം. അടുത്ത് ഓർമ്മ വന്ന് ഞാൻ പറയാം. So anyway, so we have that 0 of empty of x is 0 for any x, അത് okay ആണ്. And y also we have taken in this form, t minus ci into x, and it also belongs to w, അത് okay ആണ്. Then we are assuming empty to be t minus cj into q of t. Okay, so that I'll tell why this, ഞാൻ പറയാം why this is coming. But let us time being, let us assume like this: empty is equal to t minus cj into q of t എന്ന് assume ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ q of cj എന്തായാലും 0 അല്ല എന്ന് പറയാം. കാരണം q of cj 0 ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ cj എന്ന് പറഞ്ഞ ആ ഒരു ഐഗൺ വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കിട്ടും. ഓക്കെ, ആ cj എന്ന് പറഞ്ഞ ഐഗൺ വാല്യൂ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് കിട്ടും. അപ്പം ഓക്കെ, അപ്പൊ എന്തായാലും q of cj 0 ആവില്ല എന്ന് കിട്ടും. ഓക്കെ, വിൽ ഗെറ്റ് ദാറ്റ് q of cj is not equal to 0 ഫ്രം ദിസ് സ്റ്റേജ്. ഈ സ്റ്റേജ് നമുക്ക് അങ്ങനെ കിട്ടും. m of t is equal to t minus cj into q of t, and we can see cj cannot be 0 because if cj is 0, algebraic multiplicity of algebraic 2 ആവുന്നല്ല ശരിക്കും ഉദ്ദേശിക്കുന്നത്. am 2 ആവും, പക്ഷെ മിനിമൽ പോളിനോമിയലിന്റെ 2 പ്രാവശ്യം cj റൂട്ട് ആയി വരും. അത് പാടില്ല, കാരണം മിനിമൽ പോളിനോമിയൽ നമ്മൾ എടുത്തിരിക്കുന്നത് പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. ഒരു പ്രാവശ്യം cj വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് cj വരാൻ പാടില്ല. Okay, so now what we are doing is we are considering another polynomial. We are considering a polynomial h of t to be q of t minus q of cj. Okay, നമ്മളൊരു പോളിനോമിയൽ എടുക്കുകയാണ്, q of t minus q of cj h of t എടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ h of cj 0 ആണ്, കാരണം q ഒരു പോളിനോമിയൽ ആണ്. ഇപ്പൊ q of cj ഒരു നമ്പറാണ്, ഒരു നമ്പർ ആയിരിക്കും. q എന്ന് പറഞ്ഞൊരു പോളിനോമിയലിനകത്ത് ആ ടീന് പകരം cj എന്ന നമ്പർ കൊടുക്കുമ്പോൾ ആ ഐഗൻ വാല്യൂ കൊടുക്കും, നമുക്കൊരു വാല്യൂ കിട്ടും, ഒരു നമ്പർ ആയിട്ട്. q of t എന്ന് പറഞ്ഞാൽ ആ ടിക്ക് പകരം നിങ്ങൾ സോ ഓബിയസ്ലി h of t എന്ന് പറയുന്നത് q of t minus q of cj എന്ന് എടുത്താൽ h of cj എന്ന് പറഞ്ഞാൽ 0 ആയി പോകും.
എച്ച് ഓഫ് സി ജെ പറഞ്ഞാൽ 0 ആയി പോകും. കാരണം എച്ച് ഓഫ് സി ജെ പറയുമ്പോൾ ക്യൂ ഓഫ് സി ജെ മൈനസ് ക്യൂ ഓഫ് സി ജെ വരുമ്പോൾ 0 ആവും. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ എച്ച് ഓഫ് ടി ശരിക്കും എച്ച് ഓഫ് സി ജെ 0 ആണ് നമുക്ക് പറയാൻ പറ്റും. എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, കാരണം സി ജെ എച്ചിന്റെ റൂട്ടാണ്. അപ്പൊ നമുക്ക് ടി മൈനസ് സി ജെ ഇൻറ്റു സം പോളിനോമിയൽ എഴുതാൻ പറ്റും. എച്ച് ഓഫ് ടിനെ നമുക്ക് ടി മൈനസ് സി ജെ ഇൻറ്റു സം പോളിനോമിയൽ എഴുതാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞത്. നമുക്ക് ഈ കേസിൽ കാണിക്കേണ്ടത് സി ജെ ഇസ് ആക്ച്വലി മിനിമൽ പോളിനോമിയൽ ഓഫ് സി ജെ ഇസ് ആക്ച്വലി എ റൂട്ട് ഓഫ് എം. ഓക്കെ ഓക്കെ. ഇപ്പൊ എന്താ ഓക്കെ, അത് എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ കാരണം മനസ്സിലായോ? അത് സിമ്പിൾ ആയിട്ടൊരു ആർഗ്യുമെന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? കാരണം സി ജെ ഐഗൻ വാല്യൂ അല്ലേ നമ്മുടെ നമ്മളെ ഈ ഒരു ടീന്റെ അല്ലേ? സി ജെ ഐഗൻ വാല്യൂ അല്ലേ ഇതിന്? സി ജെ ഐഗൻ വാല്യൂ ആണെങ്കിൽ മിനിമൽ പോളിനോമിയലിന്റെ റൂട്ട് ആയിരിക്കും ടി മൈനസ് സി ജെ അല്ലേ? നമ്മൾ എടുത്തിരിക്കുന്ന ഐഗൻ വാല്യൂ മിനിമൽ പോളിനോമിയൽ എന്താ? അസ്യൂം മിനിമൽ പോളിനോമിയൽ ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ്. ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനാകെ കെ ഫാക്ടേഴ്സ് ആണുള്ളത്. ആ കെ ഫാക്ടേഴ്സ് C1 C2 എക്സെട്ര CK. ഓക്കെ, നമുക്ക് ഇവിടെ കിട്ടിയ ഈ W ഇവിടെ കിട്ടിയത് പറഞ്ഞാൽ ഈ Y ബിലോങ്സ് ടു ടി മൈനസ് സി ഐ എക്സ് ബിലോങ്സ് ടു W എന്ന് കിട്ടി. അപ്പൊ സം ഐഗൻ വാല്യൂ ഓഫ് സി എന്ന് പറഞ്ഞല്ലോ, ഏതൊരു ഐഗൻ വാല്യൂ എന്നാണ് ഈ Y ഈക്വൽ ടി മൈനസ് സി ഐ ഓഫ് എക്സ് എന്ന് കിട്ടുന്നത്. ആ സി ഒരു ഐഗൻ വാല്യൂ ആണല്ലോ എന്തായാലും. Isn't it? There is an eigenvalue. So that C we are taking as Cj. That C we are taking as Cj. Okay. That C we are taking as Cj. So obviously, since minimal polynomial is actually a product of distinct linear factors, our assumption ആണ്. അപ്പൊ എന്തായാലും അതിലൊരു ഫാക്ടർ ആണ് ടി മൈനസ് സി ജെ. അപ്പൊ നമുക്ക് മിനിമൽ പോളിനോമിയൽ എന്തായാലും ടി മൈനസ് സി ജെ ഇൻറ്റു ക്യൂ ഓഫ് ടി എഴുതാൻ പറ്റും. മിനിമൽ പോളിനോമിയൽ ഓൾറെഡി പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഇവിടെ വരുന്ന ഈ വൈക്ക് ഒരു y ഈക്വൽ ടു ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് എന്ന് കിട്ടും നമുക്ക്, വിച്ച് ഇസ് ഇൻ W യൂസിങ് ദ ലാസ്റ്റ് ലെമ്മ. ആ സി ജെ ആണ് നമ്മൾ എടുക്കുന്നത്. ആ സി ജെ എന്തായാലും ഐഗൻ വാല്യൂ ഓഫ് ടി ആണല്ലോ. അപ്പൊ എന്തായാലും മിനിമൽ പോളിനോമിയൽ ഓഫ് ടിയിൽ ആ സി ജെന്റെ ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, ടി മൈനസ് സി ജെ എന്ന ഫാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ എം ഓഫ് ടി നമുക്ക് ടി മൈനസ് സി ജെന്റെ ക്യൂ ഓഫ് ടി എഴുതാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായോ? എം ഓഫ് ടി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഓഫ് നമുക്ക് ഈ തിയറം കംപ്ലീറ്റ് ചെയ്യട്ടോ, എന്നിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേ. ഓക്കെ, maybe I'll take a bit more time and we'll finish this particular theorem. അല്ലെങ്കിൽ പിന്നെയും ബ്രേക്ക് ആയി പോകും. Okay, so already we have finished our time, but I'll continue a bit more. So minimal polynomial എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ആക്ച്വലി എ പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് എന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ അസംഷൻ ആണ് ഇൻറ്റു ടി മൈനസ് സി കെ എന്നാണ്. അപ്പൊ ഇതിൽ ആ സി ജെയും കിടക്കുന്നുണ്ട്. ഈ എടുക്കുന്ന സി ഐസിൽ ഏതോ ഒരു എലിമെന്റ് ആണ് സി ജെ, ഏതോ ഒരു എലിമെന്റ്. ഓക്കെ, അപ്പോൾ ബൈ ദിസ് പ്രീവിയസ് ലെമ്മ സിൻസ് W is not equal to V, W V അല്ലാത്തതിനെ കൊണ്ട് നമുക്ക് അറിയാം ഒരു X എക്സിസ്റ്റ് ചെയ്യും ഇൻ W, X സിസ്റ്റം which is not in W such that T minus Ci of X പറഞ്ഞാൽ W ഉണ്ടാവും ഫോർ സം C, ഏതോ ഒരു സിക്ക്, where C is an eigen value of T. അത് ക്ലിയർ ആണ് യൂസിങ് ദ പ്രീവിയസ് ലെമ്മ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സീൻ്റെ എക്സിസ്റ്റൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഈ നമ്മൾ പറഞ്ഞ ഈ പ്രൂഫിലുള്ള നമ്മൾ y എടുക്കുമ്പോൾ പിന്നെ W T minus C of X belongs to W, but this C belongs to set of all eigenvalues of T. So that C നമ്മൾ in particular നമ്മൾ സി ജെ എന്ന് എടുക്കുകയാണ്. ഏതാ നമുക്കറിയില്ല, ഇതിൽ ഈ കാണുന്നതിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് ആയിരിക്കാം. മിനിമൽ പോളിനോമിയൽ ഓൾറെഡി പ്രൊഡക്റ്റ് ഓഫ് ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. നമുക്ക് എന്തായാലും മിനിമൽ പോളിനോമിയൽ എങ്ങനെ എഴുതാൻ പറ്റും? കാരണം ഒരു ഫാക്ടർ ഇൻറ്റു ഒരു പോളിനോമിയൽ, അതായത് ഒരു ഫാക്ടർ ഇൻറ്റു പോളിനോമിയൽ. ഇതിന്റെ അകത്ത് നമ്മൾ ഏതാ സി ജെ നമുക്ക് അറിയില്ല, പക്ഷെ ആ സി ജെ നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ ബാക്കി എന്താ കിട്ടുക? പ്രൊഡക്റ്റ് ഓഫ് ഒരു ബാക്കി ടേംസ് അല്ലേ വരിക അല്ലേ? പ്രൊഡക്റ്റ് ഓഫ് ബാക്കി ഒരുപാട് ടേംസ് ഉണ്ടാവില്ലേ? ആ ടേംസ് എല്ലാം ഒരുമിച്ച് ആ ഒരു പോളിനോമിയൽ ആക്കി എഴുതുക നമ്മൾ, ക്യൂ ഓഫ് ടി. മനസ്സിലായോ? മനസ്സിലായോ? എം ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അതിൻ്റെ അകത്തുനിന്ന് ഒരു പെർട്ടിക്കുലർ ഫാക്ടർ നമ്മൾ പുറത്തെടുത്ത് എഴുതി, ബാക്കിയെല്ലാം ഒരുമിച്ചിട്ടു, അത്രയോ ചെയ്തുള്ളൂ. ആ പുറത്തെടുത്ത് എഴുതി ആ പെർട്ടിക്കുലർ ആളെ സി ജെ എന്ന ആള് ഈ ഒരു പ്രോപ്പർട്ടിയും കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളാണെന്ന് മാത്രം ഉള്ളൂ. ഓക്കെ, വൈ അതായത് ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് ഡബ്ല്യൂയിൽ ഉണ്ടാവുന്ന ഒരു സി ജെ ആണ്.
അത്ര വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ദിസ്. സോ ദിസ് ഇസ് ക്ലിയർ ഐ തിങ്ക് നൗ. അതായത് എം ടി ഇങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്. ഓൾറെഡി എം ടി നമ്മൾ അസ്യൂം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഓഫ് ലീനിയർ ഫാക്ടേഴ്സ് ആണല്ലോ, ഡിസ്റ്റിങ് ലീനിയർ ഫാക്ടേഴ്സ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഓഫ് ടി നമുക്ക് ടി മൈനസ് സി ജെ ഇൻറ്റു എച്ച് ഓഫ് സി ജെ 0 ആയതിനെ കൊണ്ട് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ടി, ഇത് കുറച്ചൊരു കൺസ്ട്രക്ഷൻ ഇതിനകത്ത് പ്രൂഫിൽ വരുന്നുണ്ട് കേട്ടോ. ടി മൈനസ് സി ജെ ഇൻറ്റു എഫ് ഓഫ് ടി എഴുതാൻ പറ്റും, കാരണം സി ജെ എച്ച് ഓഫ് ടിന്റെ റൂട്ടാണ്. എച്ച് ഓഫ് ടിന്റെ റൂട്ടാണ് സി ജെ, കാരണം അതുകൊണ്ട് എച്ച് ഓഫ് ടിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഒരു ലീനിയർ ഫാക്ടർ ഇൻറ്റു എ ബിഗ് പോളിനോമിയൽ എഴുതാൻ പറ്റും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എച്ച് ഓഫ് ടി നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ക്യൂ ഓഫ് ടി മൈനസ് ക്യൂ ഓഫ് സി ജെ എന്ന് വരും. എച്ച് ഓഫ് ടി പറഞ്ഞാൽ ക്യൂ ഓഫ് ടി മൈനസ് ക്യൂ ഓഫ് സി ജെ എന്ന് വരും, ഈക്വൽ ടു ഈ ടേം. അതായത് ഈ ഇക്വേഷനും കമ്പയർ ചെയ്യുക. ഇതിന്റെ ആർ എച്ച് എസും ഇതിന്റെ ആർ എച്ച് എസും കമ്പയർ ചെയ്യുക. ഇത് രണ്ടും സെയിം ആയതിനെ കൊണ്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ക്യൂ ടി മൈനസ് ക്യൂ സി ജെ ഇസിക്വൽ ടി മൈനസ് സി ജെ ഇൻറ്റു എഫ് ടി എന്ന് വരും. അപ്പോൾ ക്യൂ ടി അങ്ങനെയാണെങ്കിൽ ക്യൂ ഓഫ് ക്യാപിറ്റൽ ടി എക്സ് മൈനസ് ക്യൂ സി ജെ ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു, ഇത് ഞാൻ പറഞ്ഞ് തിരിച്ചു എഴുതാം, തെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ തിരിച്ചു എഴുതുന്ന തെറ്റില്ല. എഫ് ഓഫ് ക്യാപിറ്റൽ ടി ഇൻറ്റു ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, ഇതിൽ ടിക്ക് നമ്മൾ ക്യാപിറ്റൽ ടി കൊടുത്തു കഴിഞ്ഞാൽ ആൻഡ് ആക്ടിങ് ഓൺ ദ എക്സ് വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ടോപ്പ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യു. ഡബ്ല്യു ഇല്ലാത്തൊരു എക്സ് എടുക്കുന്നുണ്ട്. ആ എക്സിന് ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ ജെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ടി ഇൻറ്റു ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് എന്ന് വരും. ഓക്കെ, അപ്പോൾ ടി മൈനസ് സി ജെ ഐ എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, ടി ജെ മൈനസ് സി ജെ ഐ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആണ്. ഓക്കെ, അപ്പോൾ വൈ അവിടെയുള്ള എലിമെന്റ് ആണ്. വൈ ടി മൈനസ് സി ജെ ഐ ഓഫ് എക്സ് നമ്മൾ ഓൾറെഡി മോളിൽ എടുത്തിട്ടുണ്ട്, ബിലോങ്സ് ടു ഡബ്ല്യു എന്ന്. അപ്പം അതായത് ഇതിനെ നമ്മൾ വൈ എന്ന് വിളിച്ചു. അപ്പൊ ഈ വൈ ബിലോങ്സ് ടു ഡബ്ല്യു ആണെങ്കിൽ എഫ് ഓഫ് ടി ഓഫ് വൈയും ബിലോങ്സ് ടു ഡബ്ല്യു ആയിരിക്കും, കാരണം ടി ഇൻവേരിയന്റ് അണ്ടർ ടി ആണ്. സോറി, ഡബ്ല്യു ഈസ് ഇൻവേരിയന്റ് അണ്ടർ ടി ആണ്. ഡബ്ല്യു ഇൻവേരിയന്റ് അണ്ടർ ടി ആണ്. എഫ് ഓഫ് ടി എന്ന ടീന്റെ ഒരു പോളിനോമിയലാണ്. ഓക്കെ, ഡബ്ല്യു ഇൻവേരിയന്റ് അണ്ടർ ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആൽഫ ഡബ്ല്യൂയിൽ ഉണ്ടെങ്കിൽ ടി ആൽഫ ഡബ്ല്യൂയിൽ ഉണ്ടെന്നാണ്. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ടി അല്ല, എഫ് ഓഫ് ടി ആണ്. എഫ് ഓഫ് ടി പറഞ്ഞാൽ ടീന്റെ ഒരു ഫംഗ്ഷൻ ആണ്. എഫ് ഇസ് എ പോളിനോമിയൽ, അതിനകത്ത് നമ്മൾ ടി കൊടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ സപ്പോസ് എഫ് ടി സ്ക്വയർ എക്സാമ്പിൾ ഞാൻ പറയാം. സപ്പോസ് എഫ് ഓഫ് ടി പറഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് ടി ആണെന്ന് വിചാരിക്കാം. അപ്പം എഫ് ഓഫ് ക്യാപിറ്റൽ ടി എന്താവും? ടി സ്ക്വയർ പ്ലസ് ക്യാപിറ്റൽ ടി വരും. അപ്പം എഫ് ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എഫ് ടി ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ പ്ലസ് ടി ആക്ടിങ് ഓൺ ആൽഫ എന്ന് വരും. അതായത് ടി സ്ക്വയർ ആൽഫ പ്ലസ് ടി ആൽഫ എന്ന് വരും. ടി ആൽഫ ഓൾറെഡി അവിടെ ഉണ്ട്, ഡബ്ല്യൂ ഉണ്ട്. ടി സ്ക്വയർ ആൽഫ എന്താ? ടി ഓഫ് ടി ആൽഫയാണ്. ടി സ്ക്വയർ ആൽഫ എന്ന് പറയുന്നത് ടി ആൽഫ ഡബ്ല്യൂലാണ്. അപ്പോൾ ടി ഓഫ് ആൽഫ ഡബ്ല്യൂ ഉണ്ടെങ്കിൽ ടി ആൽഫ എന്തായിരിക്കും? ഡബ്ല്യൂ തന്നെ ആയിരിക്കും. അപ്പോൾ ടി ഓഫ് ടി ആൽഫ അവിടെ തന്നെ ഉണ്ടാവും, അതും ഡബ്ല്യൂയിൽ ഉണ്ടാവും. അപ്പോൾ രണ്ട് എലിമെന്റ്സും ഡബ്ല്യൂയിൽ ഉണ്ടാവുക. അപ്പോൾ എഫ് ടി ഓഫ് ആൽഫ അവിടെ ഉണ്ടാവും, അതും ഡബ്ല്യൂയിൽ ഉണ്ടാവുക. ആ ഐഡിയയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എനി പോളിനോമിയൽ എഫ് പി എനി പോളിനോമിയൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യും. സോ സിൻസ് ഡബ്ല്യൂ ഇസ്, അത് എല്ലാം ഇവിടെ ഒറ്റ ലൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡബ്ല്യൂ ഇസ് ഇൻവേരിയന്റ് ടി ആണെങ്കിൽ എഫ് ടി ഓഫ് വൈയും ഡബ്ല്യൂയിൽ ഉണ്ടാവും. ഓക്കെ, എഫ് ടി ഓഫ് വൈയും ഡബ്ല്യൂയിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ ഈ ഒരു ടേം, അതായത് ക്യൂ ഫോർ ദാറ്റ് എക്സ്, നമുക്ക് കിട്ടിയൊരു എക്സ് ഉണ്ട് ഡബ്ല്യൂ ഇല്ലാത്ത. ആ എക്സിന് ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ സി ജി ഓഫ് എക്സ് ആണ് ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ സി ജി ഓഫ് എക്സ് ബിലോങ്ങിങ് ടു ഡബ്ല്യൂ എന്ന് കിട്ടും. ഇനി ഓക്കെ, ആ എക്സിന് ശ്രദ്ധിക്കുക, ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ സി ജെ ഓഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു പോർഷൻ കൂടെ ഉള്ളു, അത് കഴിഞ്ഞാൽ പ്രൂഫ് കഴിയും. ഇനി നമ്മൾ ആർഗ്യൂ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ക്യൂ ടി ഓഫ് എക്സ് എന്തായാലും, അതായത് ക്യൂ ടി ഇതാണ് കിട്ടുന്നത്, ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ സി ജെ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യൂ ഉണ്ട് എന്നാണ് കിട്ടുന്നത്. ഇനി എൻ്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ ക്യൂ ടി ഓഫ് എക്സ് 0 ആവില്ല എന്നാണ് ആർഗ്യുമെന്റ്. ക്യൂ ടി ഓഫ് എക്സ് 0 ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? ക്യൂ ടി ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു 0 ആണെന്നാണ് ഞാൻ പറയുന്നത്. ക്യൂ ടി ഓഫ് എക്സ് 0 ആയാൽ എന്ത് സംഭവിക്കും? ക്യൂ ടി ഓഫ് എക്സ് 0 ആയാൽ, ക്യൂ ടി ഓഫ് എക്സ് എന്ന ഒരു വെക്ടറാണ്. ഓക്കെ, ഒരു വെക്ടറാണ്. അത് 0 ആയാലും നമുക്ക് എന്ത് കിട്ടും? മൈനസ് ക്യൂ സി ജെ ഓഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടും. അതായത് ഇവിടുന്ന് ഇതിൻ്റെ അകത്ത് 0 മൈനസ് ക്യൂ സി ജെ ഓഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യൂ എന്ന് കിട്ടും. എക്സ് ഡബ്ല്യൂലില്ല, എക്സ് ഡബ്ല്യൂലില്ല അല്ലേ? അങ്ങനെ നമ്മൾ എടുക്കുന്നത്, നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന എക്സ് എവിടുന്നാണ്? എക്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ഡബ്ല്യൂ എടുക്കുന്നത്. അപ്പൊ എക്സ് ഡബ്ല്യൂ ഇല്ലെങ്കിൽ ക്യൂ സി ജെ പറഞ്ഞാൽ എന്താ?
ക്യൂ ഒരു പോളിനോമിലാണ്. ആ പോളിനോമിനകത്ത് ആ വേരിയബിൾസിന് ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ആണ്. ക്യൂ സി ജെ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടൈംസ് എക്സ് ഡബ്ല്യു ഉണ്ട് എന്നാണ് കിട്ടുന്നത്. അത് ക്യൂ ടി എക്സ് 0 ആയിട്ടുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടൈം എക്സ് ഡബ്ല്യു ഉണ്ട് എന്നാണ് കിട്ടുന്നത്. പക്ഷെ എക്സ് ഡബ്ല്യു ഇല്ല. അപ്പൊ ഈ കെ എന്തായിരിക്കും? അപ്പൊ ഈ കെ എന്താവണം? കാരണം ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഡബ്ല്യു ഒരു സബ്സ്പേസ് ആണ്. അപ്പം ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിന്റെ മൾട്ടിപ്പിൾ അതിൻ്റെ അകത്തുണ്ട്, പക്ഷെ ആ വെക്ടർ അതിനകത്തില്ല. ആ രീതിയിൽ വരികയാണെങ്കിൽ ഈ കെ എക്സ് നോൺ സീറോ ആയിട്ട് വെക്ടർ ആണ്. അപ്പൊ കെ എന്ത് വരും? 0 വരും. കെ 0 ആയിക്കണം, എന്നാലേ അത് ഡബ്ല്യു ഉണ്ടാവുള്ളൂ. അതിന്റെ മീനിങ് ക്യൂ സി ജെ 0 ആയി പോകും. പക്ഷെ ക്യൂ സി ജെ 0 ആയിപ്പോ എന്ത് പറ്റി? ക്യൂ സി ജെ 0 ആയി പോയാൽ ഇവിടെ കോൺട്രഡിക്ഷൻ വീണ്ടും വരും. ക്യൂ സി ജെ 0 ആയാൽ നമ്മൾ എം ടി നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ക്യൂ സി ജെ 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ സി ജെ വീണ്ടും ഒരു രണ്ടാമത്തെ റൂട്ട് വരും എം ടിക്ക്. പക്ഷെ അത് പോസിബിൾ അല്ല. അതുകൊണ്ട് ക്യൂ ടി ഓഫ് എക്സ് എന്താവണം? ക്യൂ ടി ഓഫ് എക്സ് നോൺ സീറോ ആയേ പറ്റും. ക്യൂ ടി ഓഫ് എക്സ് 0 ആയിട്ടുണ്ടെങ്കിൽ ക്യൂ സി ജെ 0 ആവും. ക്യൂ സി ജെ 0 ആയിട്ടുണ്ടെങ്കിൽ എം ടിക്ക് സി ജെ രണ്ടാമത്തെ റൂട്ട് വരും. സി ജെ രണ്ട് വശം റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അത് പറ്റില്ല. അപ്പൊ എന്തായാലും ഒന്ന് ഉറപ്പിക്കുക, ക്യൂ ടി ഓഫ് എക്സ് നോൺ സീറോ ആണ്. അപ്പൊ ക്യൂ ടി ഓഫ് എക്സ് നോൺ സീറോ എന്ന് ഉറപ്പിച്ചു. ഓക്കെ, സോ ആ ക്യൂ ടി ഓഫ് എക്സ് നമ്മൾ സെഡ് നിർത്തും. ഇനി ഒരു ചെറിയ പോർഷൻ ഉള്ള പ്രൂഫിൽ, അതായത് എം ടി ഓഫ് എക്സ് നമ്മൾ 0 ആണ് നമുക്കറിയാം ഫോർ ഓൾ എക്സ്. ഇൻ പെർട്ടിക്കുലർ ഫോർ എക്സ് 0 ആണ്. ഏത് എക്സ് നിങ്ങൾ എടുത്താലും ബിന്ന് എടുത്താലും എം ടി ഓഫ് എക്സ് 0 ആണ്. എം ടിനെ നമ്മൾ ടി മൈനസ് സി ജെ ഐ ഇൻറ്റു ക്യൂ ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എം ഓഫ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ടി മൈനസ് സി ജെ ഐ ഇൻറ്റു ക്യൂ ടി ആക്ടിങ് ഓൺ എക്സ് എന്ന് വരും. പക്ഷെ ക്യൂ ടി എക്സ് എന്ന് പറഞ്ഞാൽ നോൺ സീറോ വെക്ടർ ആണ്. അപ്പൊ 0 ഇസ് ഈക്വൽ ടു ടി മൈനസ് സി ജെ ഐ ഇൻറ്റു സെഡ് എന്ന് വരും. ക്യൂ ടി എക്സ് നമ്മൾ സെഡ് ആക്കി എടുക്കണം. അപ്പൊ ഒരു നോൺ സീറോ സെഡിന് നിങ്ങൾക്ക് ടി മൈനസ് സി ജെ ഐ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് ടി സെഡ് ഇസ് ഈക്വൽ ടു സി ജെ സെഡ് വിത്ത് സെഡ് നോട്ട് ഈക്വൽ ടു 0. അതായത് സി ജെ എന്ന് പറഞ്ഞ ഒരു ഐഗൻ വാല്യൂ ഉണ്ട്, ആൻഡ് സെഡ് ഇസ് എ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ. സെഡ് ഇസ് എ കറസ്പോണ്ടിങ് ഐഗൻ വെക്ടർ. അപ്പൊ സെഡ് ഒരു ഐഗൻ വെക്ടർ ആണെങ്കിൽ സെഡ് എവിടെ ഉണ്ടാവും? സെഡ് ഡബ്ല്യു ഉണ്ടാവും. ഓക്കെ, സെഡ് ഐഗൻ വെക്ടർ ആണെങ്കിൽ സെഡ് ഡബ്ല്യു ഉണ്ടാവും. ഇത്രയും നേരം നമുക്ക് അറിയില്ല ഈ ക്യൂ ടി എക്സ് എവിടെയുള്ള എലിമെന്റ് ആണ് നമുക്ക് അറിയില്ല. കാരണം എക്സ് എവിടെയുള്ള എലിമെന്റ് ആണ്? എക്സ് ഈസ് ഇൻ വി ബട്ട് എക്സ് ഇസ് നോട്ട് ഇൻ ഡബ്ല്യു എന്ന് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, there exists an x which is not in w for which t minus cj i of x belongs to w എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ഈ ക്യൂ ടി ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഈ എലിമെന്റ് എവിടെ ഉണ്ട്? ഈ എലിമെന്റ് ഡബ്ല്യൂലുണ്ട്. ആൻഡ് വി ആർ ഏബിൾ ടു ഷോ ദ എക്സിസ്റ്റൻസ്, വി ആർ ഏബിൾ ടു ഷോ ദാറ്റ് ഈ ക്യൂ ടി എഫ് എക്സ് വേറെ ഒന്നുമില്ല. ഈ ക്യൂ ടി എഫ് എക്സ് 0 അല്ല, എന്തായാലും 0 വെക്ടർ അല്ല, അതുപോലെ തന്നെ നോൺ സീറോ വെക്ടർ ആണ്. ആ നോൺ സീറോ വെക്ടർ ആകുമ്പോൾ ഈ വെക്ടർ ശരിക്കും എന്താണ്? ഇതൊരു ഐഗൻ വെക്ടർ ആണെന്ന് കാണിക്കാൻ പറ്റി. ഇപ്പൊ ഇത് ഐഗൻ വെക്ടർ ആണെങ്കിൽ മീനിങ് എന്താ? ആ ഐഗൻ വെക്ടർ എവിടെയുള്ള വെക്ടറാ? ഡബ്ല്യു അല്ല എല്ലാ ഐഗൻ വെക്ടേഴ്സിന്റെ കളക്ഷൻ. അപ്പൊ ആ ഐഗൻ വെക്ടർ എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂലും ഉണ്ടാവണം. സെഡ് ഷുഡ് ബിലോങ് ടു ഡബ്ല്യു ഓൾസോ. സെഡ് ഷുഡ് ബിലോങ് ടു ഡബ്ല്യു ഓൾസോ. ഓക്കെ, സോ വാട്ട് വി ഗെറ്റ് ഇസ് ക്യൂ ടി എക്സ്. നൗ വാട്ട് വി ഗെറ്റ് ഇസ്, ഈ നമ്മുടെ കയ്യിൽ ഈ ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ക്യൂ ടി എക്സ് മൈനസ് ക്യൂ സി ജെ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു എന്നും അറിയാം. അതിന്റെ കൂടെ ഈ എലിമെന്റ് ബിലോങ്സ് ടു ഡബ്ല്യു എന്നും കിട്ടി. അതായത് ഓൾസോ ക്യൂ ടി എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു എന്നും കിട്ടി. അപ്പൊ ക്യൂ ടി എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. ഓക്കെ, ക്യൂ ടി എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണ്. ആൻഡ് ക്യൂ ടി എക്സ് മൈനസ് ക്യൂ സി ജെ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുക? എന്താ പറയാൻ പറ്റുക? ഞാൻ ഇപ്പുറത്തേക്ക് മാറ്റി എഴുതാം. ഇതുവരെ നമ്മൾ പ്രൂഫ് കഴിഞ്ഞു. ക്യൂ ടി എക്സ് മൈനസ് ക്യൂ സി ജെ ഓഫ് ഇൻറ്റു എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു നമ്മൾ പ്രൂവ് ചെയ്തു ഓൾറെഡി. ഓൾസോ വി പ്രൂവ് ദാറ്റ് ദിസ് ഓൾസോ ബിലോങ്സ് ടു ഡബ്ല്യു. ആൻഡ് ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ക്യൂ ടി എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് ക്യൂ ടി എക്സ് മൈനസ് ക്യൂ സി ജെ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? ഇങ്ങനെയാണ്, ഒരു ബീറ്റ മൈനസ് ഒരു കെ ടൈംസ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു. അതിൽ ബീറ്റ ഡബ്ല്യൂലുണ്ട്. ഈ കെ എക്സ് എവിടെ ഉണ്ടാവണം? എവിടെ ഉണ്ടാവണം? കാരണം ബീറ്റ ഒരു സബ്സ്പേസ് ആണ്. യു ടി എക്സ് നമുക്ക് എവിടെ ഉണ്ടെന്ന് കിട്ടി? ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് കിട്ടി. പക്ഷെ നമുക്കറിയാം ക്യൂ ടി എക്സ് മൈനസ് ഈ വെക്ടറും ഡബ്ല്യൂയിൽ ഉണ്ടെന്ന് അറിയാം. അങ്ങനെയെങ്കിൽ ഈ വെക്ടർ എവിടെ ഉണ്ടാവും?
അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഈ വെക്ടർ അവിടെ ഉണ്ടാവും, ഈ വെക്ടറും അതൊരു മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആണല്ലോ, മൾട്ടിപ്പിൾ ഓഫ് എക്സ് ആയിട്ടുള്ള വെക്ടറാണ്, ആ വെക്ടർ അവിടെ ഉണ്ടാവും, ആ വെക്ടറും ഡബ്ല്യു തന്നെ ഉണ്ടാവും. അതാണ് ഇവിടെ വരുന്ന കോൺട്രഡിക്ഷൻ. അതായത് ഇഫ് ക്യൂ ടി എക്സ് ഇവിടെ അതെ, സോ ഇഫ് ഇവിടെ സോ ക്യൂ ടി എക്സ് മൈനസ് ക്യൂ സി ജി എഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആണ് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൂടെ കൂടെ തന്നെ നമ്മൾ ക്യൂ ടി എക്സും ഡബ്ല്യു ആണെന്ന് കാണിച്ചു. ആൻഡ് ഓൾസോ നമ്മൾ എഴുതിയൊക്കെ എല്ലാം പോയിട്ടുണ്ടാവും, നേരത്തെ ഉണ്ടായ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഇതാണ് what happened to our ഓക്കെ. നമ്മൾ കാണിച്ചത് ഇതായിരുന്നു, ക്യൂ ടി ഓഫ് എക്സ് മൈനസ് ക്യൂ സി ജി എഫ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു എന്ന് കാണിച്ചു. And also we shown that qt of x is not equal to 0 and qt of x is belonging to w. qt of x belongs to w എന്ന് കാണിച്ചു, z belongs to w എന്ന് കാണിച്ചു. അപ്പം അത് നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ qt of x belongs to w ആണെങ്കിൽ നമുക്ക് കിട്ടുക it is of this form, it is of something like this, some beta minus qt of x നിങ്ങൾ ബീറ്റ നമ്മൾ ഓൾറെഡി z എന്ന് എടുത്തിട്ടുണ്ടല്ലേ, some z minus q cj of x belongs to w എന്നാ കിട്ടുന്നത്. അതായത് ഈ രണ്ട് ഈ വെക്ടർ ഓൾറെഡി ഡബ്ല്യൂയിലെ വെക്ടർ ആണ്. ഓക്കെ, സോ ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ കോൺസ്റ്റന്റ് സം k times x. സോ z minus q cj of x belongs to w എന്ന് കിട്ടും. അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ എന്താവണം, കാരണം നമുക്ക് ലാസ്റ്റ് നമുക്ക് എന്തായാലും ഓർപ്പിക്കാൻ ലാസ്റ്റ് നമുക്ക് കിട്ടേണ്ട അത്രേ ഉള്ളൂ, ക്യൂ ഓഫ് സി ജെ ഈക്വൽ ടു 0 എന്ന് കിട്ടണം. ക്യൂ ഓഫ് സി ജെ 0 ആയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, isn't it? See, if qt if qt of x minus qcj of x belongs to w, this will imply that this will belong to w. പക്ഷെ ഇത് ബിലോങ് ടു ഡബ്ല്യു ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം കോൺഡിഷൻ വീണ്ടും വരും. ഇത് ബിലോങ് ടു ഡബ്ല്യു ആവണമെങ്കിൽ ഈ അതൊരു മൾട്ടിപ്പിൾ ഓഫ് എക്സ് ബിലോങ് ടു ഡബ്ല്യു ആവണം. പക്ഷെ എക്സ് ഡബ്ല്യൂയിൽ ഇല്ല എങ്കിൽ ക്യൂ ഓഫ് സി ജെ ഡെഫിനറ്റ്ലി 0 ആയി കിട്ടും. അപ്പൊ ക്യൂ ഓഫ് സി ജെ 0 ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക ലാസ്റ്റ്, ക്യൂ ഓഫ് സി ജെ 0 ആയിട്ടുണ്ടെങ്കിൽ വി ഗെറ്റ് ദാറ്റ് ഡബ്ല്യു ഇസ് ക്യൂ ഓഫ് സി ജെ 0 എന്താ കിട്ടുക, മിനിമൽ പോളിനോമിയലിന്റെ 2 പ്രാവശ്യം സി ജെ റൂട്ട് ആവുമെന്ന് കിട്ടും. അപ്പൊ എന്താ പറയുക, അത് കോൺട്രഡിക്ഷൻ ആവും. കാരണം നമ്മൾ എടുത്ത മിനിമൽ പോളിനോമിയലിന് യുണീക്ക് റൂട്ടേ ഉള്ളൂ, യുണീക്ക് റൂട്ട് അല്ല, എല്ലാ റൂട്ട്സും 1 ടൈമേ വരുന്നുള്ളൂ അതായത് ആ പ്രൊഡക്ട്സിൽ ഓരോ ലീനിയർ പോളിനോമിയലായിട്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ എടുത്ത അസംഷൻ തെറ്റാണ്. അത് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വി അല്ല, എടുത്ത അസംഷൻ തെറ്റാണ്. ബട്ട് ഡബ്ല്യു ഇസ് ഈക്വൽ ടു വി. സോ ഡബ്ല്യു ഈക്വൽ ടു വി ആണെങ്കിൽ പി ഇസ് ഡയഗണലൈസബിൾ. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് ദ പ്രൂഫ്. സോ okay, so you try to see the proof once again today, and if you have any more doubts in this proof, maybe we'll discuss in the next class. Already 12 okay, so we'll discuss in the next class. So you just read the proof once again. ടെക്സ്റ്റ് പ്രൂഫിനെക്കാട്ടും കുറച്ചുകൂടി എലാബറേറ്റ് ആയിട്ട് ഞാൻ പ്രൂഫ് എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ പ്രൂഫ് നോക്കുക, എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനുശേഷം നമുക്ക് നമ്മളെ ഇത് സ്റ്റാർട്ട് ചെയ്യാം, എന്താ പറയാ,
ആരാണ് അടുത്ത ഇത് എടുക്കുന്നത്? ഫസ്റ്റ് എടുക്കുന്ന ആരാണ്? അടുത്ത 6.6 എടുക്കുന്ന ആരാ? ഫസ്റ്റ് എടുക്കുന്ന ആരാ? സെമിനാർ എടുക്കുന്ന നിഖിലയാണ്. നിഖിലയാണ്. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ് ഞാൻ എന്തായാലും നാളെയും മറ്റന്നാളെയും ക്ലാസ് വെക്കുന്നില്ല. ഓക്കെ, നാളെയും മറ്റന്നാളെയും ക്ലാസ് ഉണ്ടാവില്ല. എനിക്ക് കുറച്ചൊരു വർക്ക് ഉണ്ടായിരുന്നു, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പം നമുക്ക് സാറ്റർഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫ്രം സാറ്റർഡേ ഓൺവേർഡ്സ് വിൽ ഹാവ് സെമിനാർ. ഓക്കെ, Okay, sir. Nikhila will be starting seminar. Okay, so every day we'll try to have classes. So if you have any difficulties in between, you can tell me. We'll see accordingly. So this theorem, if you have any doubts, you will try to listen the proof once again, and if you have any doubts, you can ask me in the next class. Okay, at last ചോദിക്കാം. ഒന്ന് വായിച്ചതിന് ശേഷം ചോദിക്കാം. Okay, so I think we'll wind up for today. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നാളെ മറ്റന്നാളും ക്ലാസ് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു. അതിനുശേഷം ശനിയാഴ്ച ക്ലാസ് ഉണ്ടാവുള്ളൂ. Is it okay? Okay, sir. Okay, then we'll meet in the next class. Thank you.